Hello friends, welcome to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ സിസ്റ്റംസ് ആണ്. പവർ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ റിലേസ് വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ റിലേസിൻ്റെ ടൈപ്സ് നമ്മൾ നോക്കി. ഓക്കെ, ഈ റിലേസിൻ്റെ ടൈപ്പിൽ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്. അതായത് അതിൻ്റെ ഫങ്ഷനുകൾക്ക് അനുസരിച്ച് റിലേയുടെ ടൈപ്പുകൾ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ജനറലി വിളിക്കാം ഫങ്ഷണൽ റിലേ ടൈപ്സ്. ഓക്കെ, അതിനെ നമുക്ക് വിളിക്കാം ഫങ്ഷണൽ റിലേ ടൈപ്സ്. ഓക്കെ, അപ്പോൾ റിലേയുടെ ടൈപ്പുകളിൽ തന്നെ ഈ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് റിലേയുടെ ടൈപ്സ് മാറുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള മിക്ക സാധനങ്ങളും നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന റിലേസ് ആണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ആ രണ്ട് ഫിനോമിനലാണ്. ഓക്കെ, അപ്പം ജനറലി നമ്മൾ അതിൻ്റെ ഫങ്ഷൻ കൊണ്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇതിന് പുറമെ ഉള്ള ക്ലാസിഫിക്കേഷനാണ് ഈ പറഞ്ഞ ഫങ്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ കറണ്ട് എപ്പോഴും ഒരേ ലെവലിൽ നിൽക്കണമെന്നില്ല. ഓക്കെ, കറണ്ട് ഓവർ കറണ്ടിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് റിലേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ ഓവർ കറണ്ട് റിലേ എന്ന് വിളിക്കും. ഇനി അതല്ല, ചിലപ്പോൾ ഓവർ വോൾട്ടേജ് ആണ് ഒരു സർക്യൂട്ടിൽ വരുന്നതെങ്കിൽ നമ്മൾ ഒരു ഓവർ വോൾട്ടേജ് റിലേ ഉപയോഗിച്ച് അതിൻ്റെ പ്രശ്നങ്ങളെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഒരു സർക്യൂട്ടിൽ ഈ പറഞ്ഞ പോലെ സർക്യൂട്ടിൽ കറണ്ട് ഓവർ അല്ലെങ്കിൽ നമ്മൾ ഓവർ കറണ്ട് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ഓവർ കറണ്ട് റിലേ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ മെഷേഴ്സ് കറക്റ്റായിട്ട് എടുക്കുക, എന്നിട്ട് അതിനെ ക്ലിയർ ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഇഫ് യു ആർ ഹാവിങ് ഒരു സർക്യൂട്ടിൽ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ സർക്യൂട്ടിൽ ഓവർ വോൾട്ടേജ് റിലേകൾ ഉപയോഗിച്ച് നമ്മളതിനെ കറക്റ്റീവ് മെഷേഴ്സ് കൊണ്ടുവന്ന് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഈ ഫംഗ്ഷനുകളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷൻ റിലേകളെ ടൈപ്പുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള ടൈപ്പുകൾ എന്ന് പറയുന്നത് ദേ ആർ ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ. ഓക്കെ, ഈ ഓവർ കറണ്ട് റിലേ എന്നും പറഞ്ഞ് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്, അത് നമ്മളിപ്പോൾ പഠിക്കും. അപ്പോൾ അതിനുള്ള ടൈപ്സ് ആണ് ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ, അതുപോലെ തന്നെ ഇൻഡക്ഷൻ ടൈപ്പ് ഡയറക്ഷണൽ പവർ റിലേ. ഓക്കെ, അപ്പോൾ ഈ മുകളിൽ എഴുതിയത് നോൺ ഡയറക്ഷണൽ ആണ് കേട്ടോ. ഇതുപോലെ ഡയറക്ഷണൽ അല്ല, പക്ഷെ താഴെ എഴുതിയത് ഡയറക്ഷണൽ പവർ റിലേ ആണ് രണ്ടാമത്തത്. ദെൻ മൂന്നാമത്തത് ഇൻഡക്ഷൻ ടൈപ്പ് ഡയറക്ഷണൽ ഓവർ കറണ്ട് റിലേ. ഓക്കെ, ദെൻ നാലാമത്തത് ഡിസ്റ്റൻസ് റിലേ. അതുപോലെ തന്നെ അഞ്ചാമത്തത് ഡിഫറൻഷ്യൽ റിലേ. ദെൻ ആറാമത്തത് ട്രാൻസ്ലേ സ്കീം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റിലേയുടെ ഫങ്ഷൻ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിലേയുടെ ഈ ഫങ്ഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓവർ കറണ്ട് റിലേനെ കുറിച്ചാണ്. ഓക്കെ, ഓവർ കറണ്ട് റിലേ. അപ്പോൾ നമുക്ക് ഓവർ കറണ്ട് റിലേ എന്താണെന്നുള്ള കാര്യം നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. സോ ഓവർ കറണ്ട് റിലേയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഏത് റിലേ ആണെങ്കിലും ഒരു പ്രിസ്ക്രൈബ്ഡ് വാല്യൂ അല്ലെ, ഒരു പ്രിസ്ക്രൈബ്ഡ് വാല്യൂയേക്കാൾ കൂടി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആ തരത്തിൽ ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന റിലേകളാണ് നമ്മൾ ഓവർ കറണ്ട് റിലേ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മുടെ ഈ ഓവർ കറണ്ട് റിലേ അല്ലെങ്കിൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ എന്നുള്ള ലെവലിൽ പറയാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഹെഡിങ് കൊടുക്കുക ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ.
ഓക്കെ, ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അത് നമുക്ക് ജനറലി നമുക്കറിയാം, അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും, അത് നമുക്ക് മതിയാവും. ഓക്കെ, അപ്പം എന്താണ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റിലേയിലും ഒരു പ്രീസെറ്റ് വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഒരു പ്രീസെറ്റ് വാല്യൂ ഉണ്ടാവും. ആ പ്രീസെറ്റ് വാല്യൂയേക്കാൾ കൂടുതൽ ലോഡ് കറണ്ട് ആ റിലേയിലെ വരുവാണെങ്കിൽ നമ്മൾ അത്തരം റിലേകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓവർ കറണ്ട് റിലേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രീസെറ്റ് വാല്യൂയേക്കാൾ കൂടുതൽ ലോഡ് കറണ്ട് വരുമ്പോൾ മാത്രമേ ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അത്തരം റിലേകളെയാണ് നമ്മൾ ഓവർ കറണ്ട് റിലേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പ്രീസെറ്റ് വാല്യൂ, ഓക്കെ, അതായത് ഈ പറഞ്ഞ പ്രീസെറ്റ് വാല്യൂയേക്കാൾ കൂടുതലായിട്ട് വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിക്കപ്പ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പിക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിമം കറണ്ട് അല്ലെ. മിനിമം കറണ്ട് ആണ് എന്തിന്? റിലേ ഓപ്പറേറ്റ് ചെയ്യാനുള്ള മിനിമം കറണ്ട് ആണ് നമ്മുടെ പിക്കപ്പ് വാല്യൂ. അപ്പോൾ പ്രീസെറ്റ് കറണ്ട് ആണെങ്കിൽ ഡെഫിനേഷൻ എഴുതാം. പിക്കപ്പ് വാല്യൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കപ്പ് വാല്യൂ ഈസ് ദ വാല്യൂ ഓഫ് പ്രീസെറ്റ് കറണ്ട്. പ്രീസെറ്റ് കറണ്ടിന്റെ വാല്യൂ above which the relay operates. ക്ലിയർ? അപ്പോൾ ആ പ്രീസെറ്റ് കറണ്ടിന്റെ വാല്യൂ ആണ്, ആ പ്രീസെറ്റ് കറണ്ടിന്റെ വാല്യൂ പിക്കപ്പ് വാല്യൂ എന്ന് പറയുക. അതിനേക്കാൾ കൂടുതൽ തൊട്ട് മുകളിലേക്ക് ഒരു വാല്യൂ വരുമ്പോൾ നമ്മുടെ റിലേ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ പ്രീസെറ്റ് കറണ്ടിന്റെ ആ വാല്യൂവിനെ നമ്മൾ എന്താ പറയുക? പിക്കപ്പ് വാല്യൂ നൽകുക. അപ്പോൾ പിക്കപ്പ് വാല്യൂവിനെക്കാട്ടും കൂടുതലാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ നമ്മൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ പവർ എക്യുപ്മെന്റ്സ് അങ്ങനത്തെ സാധനത്തിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഓവർ കറണ്ട് പറഞ്ഞു, ഓവർ കറണ്ട് റിലേ അല്ലെ. ഈ ഓവർ കറണ്ട് റിലേയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് അനലൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഓവർ കറണ്ട് റിലേയിലേക്ക് കടക്കാം ഡയറക്ട്ലി. ഓവർ കറണ്ട് റിലേ. സോ whenever current flows through റിലേ കോയിലിലെ കറണ്ട് ഒരു പ്രീസെറ്റ് ആയിട്ടുള്ള വാല്യൂയേക്കാൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ അതിനെ അപ്പം നമുക്ക് പറയാം അവിടെ എന്ത് ചെയ്തു? റിലേ ഓപ്പറേറ്റ് ചെയ്തു. ഇതിനെ പിക്കപ്പ് വാല്യൂ എന്നോ അല്ലെങ്കിൽ നമുക്ക് പിക്കപ്പ് കറണ്ട് എന്നോ റെപ്രസെന്റ് ചെയ്യാം. ചിലപ്പോൾ അതിനെ പിക്കപ്പ് വാല്യൂ എന്നോ പിക്കപ്പ് കറണ്ട് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുക. അപ്പം മനസ്സിലാക്കുക, ഇതാണ് ഓപ്പറേഷൻ. ഇനിയിപ്പോൾ ഈ പോകുന്ന കറണ്ട്, ഇഫ് ദ കറണ്ട് ഈസ് ലെസ് ദാൻ ദിസ് പിക്കപ്പ് വാല്യൂ അല്ലെങ്കിൽ പിക്കപ്പ് കറണ്ടിനെക്കാട്ടിയും ചെറുതാണെങ്കിൽ റിലേ ഡസ് നോട്ട് ഓപ്പറേറ്റ്. റിലേ എന്ത് ചെയ്യില്ല? ഓപ്പറേറ്റ് ചെയ്യില്ല. ക്ലിയർ? അപ്പം ഈ പിക്കപ്പ് കറണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ മാത്രമേ റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം അനലൈസ് ചെയ്ത് വെക്കുക. ഇനി ഇതിന്റെ ടൈപ്പുകൾ. ഓക്കെ, ഇതിന്റെ ടൈപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഈ ഫോൾട്ട് സമയത്തിനനുസരിച്ചിട്ട്, ഫോൾട്ടിന്റെ ടൈമിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പം ഓവർ കറണ്ട് റിലേ ബേസ്ഡ് ഓൺ യുവർ ടൈം ഫോൾട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ടൈമും ഫോൾട്ടും ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഓവർ കറണ്ട് റിലേ നമ്മൾ ഒന്നും കൂടി തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, ആ ഓവർ കറണ്ട് റിലേയുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാം. അതായത് ആ ഓവർ കറണ്ട് റിലേ നമ്മൾ 3 ടൈപ്പാക്കി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഓവർ കറണ്ട് റിലേ 3 ടൈപ്പാക്കി ഡിവൈഡ് ചെയ്യും. അതിൽ ഒന്നാമത്തതാണ് ഇൻസ്റ്റന്റേനിയസ് ഓവർ കറണ്ട് റിലേ. ഓക്കെ, ഒന്നാമത്തത് ഇൻസ്റ്റന്റേനിയസ് ഓവർ കറണ്ട് റിലേ. രണ്ടാമത്തത് ഡെഫിനിറ്റ് ടൈം ഓവർ കറണ്ട് റിലേ. ദെൻ മൂന്നാമത്തത് ഇൻവേഴ്സ് ടൈം റിലേ. ഓക്കെ, ഈ ഇൻവേഴ്സ് ടൈം റിലേയെ നമുക്ക് 3ആയി ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഒന്നാമത്തത് IDMT റിലേ, രണ്ടാമത്തത് വെരി ഇൻവേഴ്സ് റിലേ, ദെൻ മൂന്നാമത്തത് എക്സ്ട്രീംലി ഇൻവേഴ്സ് റിലേ. ക്ലിയർ? അപ്പോൾ ഇൻവേഴ്സ് ടൈം റിലേയുടെ 3 ക്ലാസിഫിക്കേഷൻ: IDMT റിലേ, വെരി ഇൻവേഴ്സ്, എക്സ്ട്രീം ഇൻവേഴ്സ്. ഇതിൽ ഈ IDMT റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻവേഴ്സ് ഡെഫിനിറ്റ്
മിനിമം ടൈം, അതാണ് IDMT. ഓക്കെ, ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേ എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഓവർ കറണ്ട് റിലേയുടെ ക്ലാസിഫിക്കേഷൻ. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് ഓവർ കറണ്ട് റിലേ എന്താണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് ഓവർ കറണ്ട് റിലേ എന്താണെന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇൻസ്റ്റന്റേനിയസ് ഓവർ കറണ്ട് റിലേ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ഓവർ കറണ്ട് റിലേയിലും എല്ലാത്തിലും റിലേയിൽ സാധനം തന്നെയാണ് പറയുന്നത്. അതായത് റിലേ പിക്കപ്പ് കറണ്ട് എക്സീഡ് ചെയ്യുമ്പോഴേക്കും റിലേ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. അപ്പം ഇത് ഓപ്പറേറ്റ് ഇൻസ്റ്റന്റേനിയസ് ആണ്. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മിനിമം പോസിബിൾ ടൈമിൽ ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. മിനിമം പോസിബിൾ ടൈമിൽ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് നോ ഡിലേ അല്ലേ, ഡിലേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റർ ഓപ്പറേഷൻസിലാണ് ഇത് കൂടുതലായും പ്രിഫർ ചെയ്യുന്നത്. ഫാസ്റ്റർ ഓപ്പറേഷൻസിലാണ് ഇത് കൂടുതലായും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ടൈം ഡിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ എന്തായാലും ഒരു ഇൻബിൽട്ട് ടൈം ഡിലേ അവിടെ എല്ലാത്തിനും ഉണ്ടാവും അല്ലേ. കാരണം ആ പിക്കപ്പ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഇൻബിൽട്ട് ടൈം ഡിലേ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം ഡിലേ നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പം ജനറലി ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോൾട്ട് നമ്മൾ ടൈമും നമ്മുടെ ഓപ്പറേറ്റിംഗ് ടൈമും അതുപോലെ തന്നെ കറണ്ടും ആയിട്ടാണല്ലോ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അതുപോലെ തന്നെ നമ്മളിവിടുത്തെ ഓപ്പറേറ്റിംഗ് ടൈം, ഓക്കെ, നമ്മൾ TO എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഓപ്പറേറ്റിംഗ് ടൈം TO എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ കറണ്ട്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് വരിക. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് വരിക. അപ്പോൾ ഈ ഗ്രാഫ് എന്താണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ പിക്കപ്പ് കറണ്ട്. ക്ലിയർ? ഇതാണ് നമ്മുടെ പിക്കപ്പ് കറണ്ട്. അപ്പം ഇവിടെ ഐഡിയൽ കേസിൽ എങ്ങനെ വരിക, ഐഡിയൽ കേസിൽ നമുക്ക് ഈ താഴെ വരെയുള്ള സാധനത്തിലേക്ക് വരും ഐഡിയലായിട്ട്. പക്ഷെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഒരു ചെറിയ ഡിലേ വരും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഡിലേ ആണ് ഇതാണ് നമ്മുടെ ഡിലേ. പക്ഷെ ഐഡിയലി കേസ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഡിലേ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രാക്ടിക്കലി ഇതാണ് നമ്മുടെ ഡിലേ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കി ഈ സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ റിലേ ഓപ്പറേഷൻ നടക്കുന്നത്. ശരിയല്ല? അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇതിനെ ഓപ്പറേറ്റിംഗ് സോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ സ്ഥലത്തെ ഓപ്പറേറ്റിംഗ് സോൺ എന്ന് വിളിക്കുന്നു. അപ്പം നിങ്ങളുടെ ഫോൾട്ട് കറണ്ട് നിങ്ങളുടെ പിക്കപ്പ് കറണ്ട് ആയിരിക്കും ഈ കേസിൽ. ഓക്കെ, ഇത് അവിടുത്തെ നമ്മുടെ ഫോൾട്ട് കറണ്ടും നിങ്ങളുടെ പിക്കപ്പ് കറണ്ടും എന്താണ്, സെയിം ആണ് കേട്ടോ. ഫോൾട്ട് കറണ്ടും നമ്മുടെ പിക്കപ്പ് കറണ്ടും സെയിം ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഹൈ സ്പീഡ് ട്രിപ്പിംഗ് നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ആദ്യത്തെ ഇൻസ്റ്റന്റേനിയസ് ഓവർ കറണ്ട് റിലേ. അടുത്തത് ഡെഫിനിറ്റ് ടൈം ഓവർ കറണ്ട് റിലേ. ഓക്കെ, ഡെഫിനിറ്റ് ടൈം ഓവർ കറണ്ട് റിലേ. ഓക്കെ, ഡെഫിനിറ്റ് ടൈം ഓവർ കറണ്ട് റിലേയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റ്സ് ഇൻ ഫിക്സഡ് ടൈം, ഒരു പ്രത്യേക ടൈം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ആ ടൈമിൽ തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഈ ഫോൾട്ട് കറണ്ട് ഒന്നും പ്രശ്നമല്ല. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ഫോൾട്ട് കറണ്ട് ഒന്നും പ്രശ്നമല്ല. അവർ കൃത്യസമയത്ത് അത് എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ റിലേയിലെ കറണ്ട് ഓവർ കറണ്ട് അല്ലെങ്കിൽ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് കൃത്യ ഒരു സമയമാകുമ്പോൾ കറക്റ്റ് സമയത്ത് അത് എന്ത് ചെയ്തോളും, ഓപ്പറേറ്റ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു ഡിലേ ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ നോ ഡിലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിലേ ഈസ് ദർ. ഓക്കെ, ഒരു ഇന്റൻഷണൽ ടൈം ഡിലേ ഇവിടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പിക്കപ്പ് വാല്യൂ കഴിഞ്ഞിട്ട് ഒരു ഇന്റൻഷണൽ ടൈം ഡിലേ ഉണ്ടാവും. ഓക്കെ, ആ ഇന്റൻഷണൽ ടൈം ഡിലേ കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ, പിക്കപ്പ് അച്ചീവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ടൈം ഡിലേ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഐഡിയൽ കേസും പ്രാക്ടിക്കൽ കേസും ഒന്നുമില്ല. ഇവിടെ കൃത്യമായിട്ടൊരു ടൈം ഡിലേ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ടൈം ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ടൈം സെറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റും
അതുപോലെ തന്നെ പിക്കപ്പ് കറണ്ട് അഡ്ജസ്റ്റ്മെന്റ്, പിക്കപ്പിനുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ക്ലിയർ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രാഫ് എങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് ടൈം എടുത്തു കഴിഞ്ഞാൽ യുവർ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഒരു സമയമുണ്ടല്ലോ, ഈ ഗ്യാപ്പ്, ഇതിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ടൈം എന്ന് വിളിക്കുന്നത്. ഡെഫിനിറ്റ് ടൈം ഡിലേ. ഓക്കെ, ഈ ഡിലേ ഉറപ്പായും നമ്മുടെ ഇതിലുണ്ടാവും, നമ്മുടെ റിലേയിൽ ഉറപ്പായും ഈ ഡിലേ ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ നേരത്തെ കേസ് പഠിച്ചു, നമ്മൾ ഇൻസ്റ്റന്റേനിയസിൻ്റെ കേസിൽ ഇതുപോലെ ഒരു ഐഡിയൽ കേസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഐഡിയൽ ഒന്നുമില്ല, ഇവിടെ കൃത്യമായിട്ട് ആ ഡെഫിനിറ്റ് ആയിട്ട് ടൈം ഡിലേ ഉണ്ടാവും. ഇതാണ് അപ്പോൾ നമ്മുടെ ഇത് ഓപ്പറേറ്റിംഗ് സോണായിട്ട് വരിക. ഓക്കെ, ആ ഒരു വ്യത്യാസം ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഡെഫിനിറ്റ് ടൈം ഡിലേ ആക്ച്വലി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബാക്കപ്പ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ബാക്കപ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇത് കൂടുതലായിട്ടും അനലൈസ് ചെയ്യാറ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മുടെ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് റിലേകളിൽ തെർമൽ റിലേ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഓക്കെ, തെർമൽ റിലേസ് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് എന്ന് നോട്ട് ചെയ്യുക. ബാക്കപ്പ് പ്രൊട്ടക്ഷന് ഇത് യൂസ് ചെയ്യാറ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു കേസിൽ ഡെഫിനറ്റ് ടൈമിൽ പഠിക്കുന്നത്. കൺസെപ്റ്റ് ഉള്ളതിൽ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇതിന് ചെറിയ ചെറിയ കൺസെപ്റ്റ്സ് ഓർത്ത് വയ്ക്കുക. ഇനി ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഈ രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻവേഴ്സ് ടൈം റിലേ. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ടൈം ഓവർ കറണ്ട് റിലേയുടെ ജനറൽ കാര്യം ഞാൻ പറയാം, എന്നിട്ട് ഞാൻ ഈ 3 ടൈപ്പും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്താം. അപ്പോൾ ഹെഡിങ് കൊടുക്കുക ഇൻവേഴ്സ് ടൈം ഓവർ കറണ്ട് റിലേ. ഓക്കെ, ഇൻവേഴ്സ് ടൈം ഓവർ കറണ്ട് റിലേ. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു, നിങ്ങളൊരു ഇൻസ്റ്റന്റേനിയസ് ഇതിൽ, അതായത് ഇൻസ്റ്റന്റേനിയസ് ഓവർ കറണ്ട് റിലേന് എന്തായിരുന്നു അവസ്ഥ? അത് ഓപ്പറേറ്റിംഗ് സമയമൊക്കെ കോൺസ്റ്റന്റ് ആയിരുന്നു. അത് നമ്മൾ ഓവർ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിനൊന്നും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യില്ല, കാരണം ഐഡിയൽ വാല്യൂ ഒക്കെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഇവിടത്തേക്ക് വരുമ്പോഴേക്കും, ഡെഫിനറ്റിലേക്ക് വരുമ്പോഴേക്കും ഒരു ഫിക്സഡ് ടൈം അവർ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഗ്രാഫുകളും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഉണ്ടാകും ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ ഗ്രാഫുകളല്ല വരുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ടൈമാണ്. ഓക്കെ, നമ്മൾ ഈ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക? ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് പ്ലോട്ട് ചെയ്യുക. ഇത് കറണ്ടും ഇത് ടൈമും ആണെങ്കിൽ ദിസ് വിൽ ബി യുവർ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്. ശരിയല്ലേ? ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുക. ഇവിടെയാണ് ഇതാണ് നമ്മുടെ ആക്ച്വലി നമ്മൾ പറയുന്നത് നമ്മുടെ പിക്കപ്പ് കറണ്ട് അല്ലെങ്കിൽ ഫോൾട്ട് കറണ്ട് എന്നുള്ള ലെവലിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ഇൻവേഴ്സും ടൈമും കറണ്ട് ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇൻവേഴ്സും ടൈമാണ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ടൈമിൻ്റെ ഫീഡ് ഇത് പഠിച്ചിരുന്നല്ലോ. അതായത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ടൈം, നമ്മുടെ റിലേയുടെ ഓപ്പറേറ്റിംഗ് ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു യുവർ കറണ്ട് അല്ലെ. കറണ്ടിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പം വെൻ യുവർ കറണ്ട് ഈസ് ഹയർ, നിങ്ങളുടെ കറണ്ട് കൂടുതലാവുമ്പോൾ ഓപ്പറേറ്റിംഗ് സമയം എന്ത് ചെയ്യും? കുറയും. അതായത് കറണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ റിലേ ഓപ്പറേറ്റ് ചെയ്യും. ഫാസ്റ്റർ റിലേ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫാസ്റ്റർ മൂവ്മെൻറ്റ്. ക്ലിയർ? പക്ഷേ ലോവർ കറണ്ട് ആണെങ്കിൽ റിലേ പതുക്കെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഹയർ വാല്യൂസ് ഓഫ് ഓവർ കറണ്ട് ആണെങ്കിൽ കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ കണ്ടുവരുന്നത് നമ്മളെ ഫീഡറിലും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിലും ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ഫീഡറും ട്രാൻസ്ഫോമേഴ്സിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കുക, നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഓപ്പറേഷൻ ഇതിപ്പോൾ ഇൻവേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ടൈം, ഞാൻ ഓപ്പറേറ്റിംഗ് എഴുതും, ടൈം ഓഫ് ഓപ്പറേറ്റിംഗ് ഈസ് പ്രപ്പോർഷണൽ ടു യുവർ 1/i². 1/i². അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗ്രാഫ് കിട്ടുള്ളൂ. ഈ ഗ്രാഫ്, ഇത്തരത്തിലുള്ള ഗ്രാഫ് നമുക്ക് കിട്ടുള്ളൂ. കാരണം നമുക്ക് പെട്ടെന്നുള്ള ഓപ്പറേഷൻ നടക്കണം. അപ്പോൾ നമ്മൾ മെയിൻലി പവർ സിസ്റ്റംസിൽ നമ്മൾ ഇതാണ് കൂടുതൽ ഉപയോഗിക്കുക. കാരണം നമുക്ക് ഓപ്പറേഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം. ഹയർ കറണ്ട് വരുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ പാടില്ല, നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷൻസ് ചെയ്ത് പോകണം. ഓക്കെ,
ഇനി ഇതിന്റെ രണ്ടു ടൈപ്പാണ്. അപ്പോൾ ഇതാണ് ജനറൽ ബേസിക്സ്, നമ്മുടെ ഇൻവേഴ്സ് ടൈം റിലേന്റെ ബേസിക്സ് ഇതാണ്. ഇനി ഇതിന്റെ സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് മാത്രമുള്ള ചെറിയ വേരിയേഷൻ ആണ് അടുത്ത കേസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ടൈം റിലേന്റെ ഫസ്റ്റത്തെ ടൈപ്പാണ് IDMT റിലേ. IDMT റിലേ നമ്മൾ ഇതിനെ വിളിക്കുക. അതായത് ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേ. ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേ. ഓക്കെ, ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേ. അപ്പോൾ ഇത് ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്? ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണിത് ഈ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫോർ ലോവർ വാല്യൂസ് ഓഫ് കറണ്ട്, ഫോർ ലോവർ വാല്യൂസ് ഓഫ് കറണ്ടിനാണ് ഇവർ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇറ്റ് എക്സിബിറ്റ്സ് ദ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി ഫോർ ഹയർ വാല്യൂസ് ഓഫ് കറണ്ടിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ റിലേന്റെ കൂർ എന്താവും? സാച്ചുറേറ്റഡ് ആവും. ഓക്കെ, റിലേന്റെ കൂർ എന്താവും? സാച്ചുറേറ്റഡ് ആവും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ടൈം ഇവിടെ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഓപ്പറേറ്റിംഗ് ടൈം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. ക്ലിയർ? ഓപ്പറേറ്റിംഗ് ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. നോട്ട് ചെയ്യണേ, ലോവർ വാല്യൂസ് ഓഫ് കറണ്ടിനാണ് ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹയർ വാല്യൂസ് കറണ്ടിൽ ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്. അതുകൊണ്ടാണ് രണ്ടും വരുന്നത്, ഇൻവേഴ്സ് ഡെഫിനിറ്റ് മിനിമം ടൈം റിലേ വരുന്നത്. ഓക്കെ, ഇതൊരു ചോദ്യം എങ്ങനെയാണ് ചോദിക്കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രാഫൊക്കെ ഇത് സെയിം തന്നെയാണ്. അതായത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ടൈമും നമ്മുടെ IDMTയുടെ ഗ്രാഫിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഇത് മൂന്നും ഗ്രാഫിക്കലി മൂന്നെണ്ണം സെയിം ആണ്. ഓക്കെ, അതതിൻ്റെ ഇതിൽ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഗ്രാഫിക്കലി ഈ മൂന്ന് ടൈപ്പ് റിലേ, അതായത് IDMT റിലേയും ഇതും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ടൈമും ഏത് വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് ഫോൾട്ട് കറണ്ട് ആവാം, അല്ലെങ്കിൽ PSM എന്നുള്ള ലെവലിൽ നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. ഓക്കെ, ഫോൾട്ട് കറണ്ട് അല്ലെങ്കിൽ PSM. അപ്പോൾ മേജറായിട്ട് ഫോൾട്ട് കറണ്ട് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഫോൾട്ട് കറണ്ടും ടൈമും വെച്ചുള്ള അനാലിസിസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഫോൾട്ട് കറണ്ട് എഴുതിയാൽ മതി. നമ്മൾ PSMന്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഫോൾട്ട് കറണ്ട് എഴുതിയാൽ മതി. PSM വരുന്നുണ്ട്, PSM ഇത്രയാണെങ്കിൽ ഇതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫോൾട്ട് കറണ്ട് എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ IDMT റിലേ ആണെങ്കിൽ എങ്ങനെ വരികയെന്ന് വെച്ചാൽ യുവർ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു IDMTന്റെ ഗ്രാഫ്. ഇനി ഇവിടെ ചോദ്യം എങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പവർ ട്രാൻസ്ഫോമറുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ IDMT റിലേ. ഓക്കെ, ഓവർലോഡൊക്കെ വരുമ്പോൾ പവർ ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് IDMT റിലേ. പവർ ട്രാൻസ്ഫോമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ ചോദ്യം ഇതിൻ്റെ അകത്ത് ചോദിച്ചു കാണാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ PSM, ഇഫ് യുവർ PSM ഈസ് ലെസ് ദാൻ 20ക്ക് താഴെയാണെങ്കിലും അല്ലെങ്കിൽ PSM ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിലും ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ലെസ് ദാൻ 20 ആണെങ്കിൽ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സും ആണ് പ്ലോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സിന് കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്? സാച്ചുറേഷൻ. ഓക്കെ, നമ്മുടെ കോറിൻ്റെ സാച്ചുറേഷൻ, റിലേ കോറിൻ്റെ സാച്ചുറേഷൻ കാരണമാണ് അത് വരുന്നത്. അപ്പോൾ ലെസ് ദാൻ 20 ആണെങ്കിൽ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും, ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ ഡെഫിനിറ്റ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള ലെവലിൽ ഓർത്ത് വയ്ക്കുക ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തത് നമ്മൾ IDMT കഴിഞ്ഞ രണ്ടാമത്തത് വെരി ഇൻവേഴ്സ് ടൈം റിലേ ആണ്. അല്ലെ, വെരി ഇൻവേഴ്സ് ടൈം റിലേ. ഓക്കെ, അപ്പോൾ ഈ വെരി ഇൻവേഴ്സ് ടൈം റിലേയിൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഹാവിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് it will be having a steeper slope. ഓക്കെ, കുറച്ചും കൂടി സ്റ്റീപ്പർ സ്ലോപ്പ് കമ്പയർഡ് ടു യുവർ ഇൻവേഴ്സ് ടൈം റിലേ. ഓക്കെ, നമ്മുടെ IDMTനെ കാട്ടിയും കുറച്ചും കൂടി സ്റ്റീപ്പർ സ്ലോപ്പാണ് വരുന്നത്.
അതായത് ഇവർക്ക് കൂടുതൽ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഓക്കെ, മോർ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ദാൻ IDMT. ഓക്കെ, IDMT കാട്ടും കുറച്ചും കൂടി ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ ആണിത്. അതായത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ടൈം T is equal to K divided by I raised to n minus 1. ഓക്കെ, I raised to n minus 1 എന്നുള്ള ഇതാണ്. അതിൽ n വേരി ചെയ്യുന്നത് n varies 1 to 2. ഓക്കെ, 1 to 2 ആണ് n വേരി ചെയ്യുന്നത്. നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ ഇക്വേഷൻ വെറുതെ ഓർത്ത് വെച്ചേക്ക്. വെരി ഇൻവേഴ്സിൽ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് എക്സ്ട്രീംലി ഇൻവേഴ്സ് അല്ലേ, നമ്മൾ അടുത്ത പഠിച്ചത് പറഞ്ഞത് എക്സ്ട്രീംലി ഇൻവേഴ്സ് അല്ല. അപ്പോൾ എക്സ്ട്രീംലി ഇൻവേഴ്സ് ടൈം റിലേ ആണ് അടുത്തത്. എക്സ്ട്രീംലി ഇൻവേഴ്സ് ടൈം റിലേ എന്ന് പറഞ്ഞാൽ മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പറയും. അപ്പോൾ മോർ ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ദാൻ വെരി ഇൻവേഴ്സ് റിലേ. ഓക്കെ, വെരി ഇൻവേഴ്സ് റിലേയേക്കാൾ കുറച്ചും കൂടി ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ഇതിന് കാണിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു 1 divided by I raised to 3.5. ചോദിക്കാറുണ്ട്. I raised to 3.5 എന്നുള്ളതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഇതും കൂടുതലായിട്ട് നമ്മുടെ മെഷീൻസിൻ്റെ ഓവർ ഹീറ്റിംഗ് ഒക്കെ വരുമ്പോഴാണ് ഇതും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻവേഴ്സ് ആണ് അല്ലേ. ഇൻവേഴ്സിൻ്റെ എത്ര റേഞ്ചിൽ ഇങ്ങനെ കൂടി വരുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ 1 divided by K ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ 1 divided by I square minus 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 divided by I raised to 3.5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ അതുപോലത്തെ ഇതെല്ലാം കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാണ്? IDMT ആയിട്ടാണ്. IDMTൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇത് മൂന്നും നമ്മളെ ഒരു ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് IDMT റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇത് അടുത്തൊരു സാധനത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വെരി ഇൻവേഴ്സ്. ഇത് അതിൻ്റെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ എക്സ്ട്രീംലി ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്ട്രീംലി ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് റെസ്പെക്ട് ടു അവർ ഫങ്ഷണൽ ടൈപ്പ്. ഏത് റിലേ? ഓവർ കറണ്ട് റിലേ. ഓക്കെ, നമ്മൾ ഒരെണ്ണേ പഠിച്ചിട്ടില്ല ഇതുവരെ. ഓവർ കറണ്ട് റിലേയുടെ ഫങ്ഷനുകളും അവയുടെ ക്യാരക്ടറിസ്റ്റിക്സുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഓവർ കറണ്ട് റിലേനായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ സെപ്പറേറ്റ് സ്റ്റഡി നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ടൈപ്പ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പോർഷൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു വെക്കാം, പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ജനറലി ഓവർ കറണ്ട് റിലേനുള്ള അനാലിസിസ് ആണ് ഞാൻ നടത്തി തന്നത്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസും ഡിഫറൻഷ്യലും ട്രാൻസ്ലേ ആണ്. ഇതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഓവർ കറണ്ട് റിലേ നമ്മുടെ ഒരു യൂണിവേഴ്സൽ ടോർക്ക് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അത് ഉപയോഗിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കാരണം ഇനി വരുന്ന അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ റിലേകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സൽ റിലേ ടോർക്ക് ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹെഡിങ് കൊടുക്കുക യൂണിവേഴ്സൽ റിലേ ടോർക്ക് ഇക്വേഷൻ. ഓക്കെ, യൂണിവേഴ്സൽ റിലേ ടോർക്ക് ഇക്വേഷൻ. അപ്പോൾ യൂണിവേഴ്സൽ റിലേ ടോർക്ക് ഇക്വേഷൻ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് ടി. ഓക്കെ, അപ്പോൾ ടി ഈസ് ഈക്വൽ ടു K1 I സ്ക്വയർ പ്ലസ് K2 V സ്ക്വയർ പ്ലസ് K3 VI കോസ് തീറ്റ മൈനസ് ഡോ മൈനസ് K4. ക്ലിയർ? ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ടോർക്ക് ഇക്വേഷൻ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. ഓക്കെ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ, യൂണിവേഴ്സൽ ടോർക്ക് ഇക്വേഷൻ.
ഈ ടോർക്ക് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഓരോ ഇതിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ ഈ ടോർക്ക് ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ടോർക്ക് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ ഓരോ ടേമുകൾ നമുക്ക് എടുത്ത് അനലൈസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കറണ്ട് ആണ്. ഓക്കെ, നമ്മൾ റിലേയിലേക്ക് ഫീഡ് ചെയ്യുന്ന അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കറണ്ട്. സിമിലർലി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റിലേയിലേക്ക് ഫീഡ് ചെയ്യുന്ന അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഓക്കെ, പിന്നെ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ആംഗിൾ അല്ലേ. തീറ്റ ഈസ് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ യുവർ വിയും ഐയും നമ്മളുടെ ഫേസ് ആംഗിൾ ആണ് തീറ്റ. ദെൻ ഡോ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, ഡോ ഈസ് ആക്ച്വലി ആൻ അഡ്ജസ്റ്റബിൾ പാരാമീറ്റർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഓക്കെ, ഒരു അഡ്ജസ്റ്റബിൾ പാരാമീറ്റർ ആണിത്. റിലേയുടെ കണക്ഷൻ അനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, മാറാം. ഓക്കെ, ഇനിയുള്ള ടേംസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ടേമുകളാണ് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ K1I നമ്മൾ ഈ K1I ടേം ഉണ്ടല്ലോ. അപ്പോൾ ഈ K1I ടേം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് എ കറണ്ട് യൂണിറ്റ്. എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? കറണ്ട് യൂണിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ K2V എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ അതാണ് നമ്മുടെ വോൾട്ടേജ് യൂണിറ്റ്. ഇനി അടുത്തത് നമ്മുടെ K3VI കോസ് തീറ്റ മൈനസ് ഡോ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡയറക്ഷണൽ റിലേനോ അല്ലെങ്കിൽ ഡയറക്ഷണൽ യൂണിറ്റ് എന്നോ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ നാലാമത്തെ ആളായ K4 എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K4 ഡിനോട്ട്സ് ദ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സ്പ്രിങ് ടോർക്ക് എന്ന് പറയാം അല്ലേ. സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ശരിയല്ല, സ്പ്രിങ് ടോർക്ക് എന്ന് പറയാം. ഓക്കെ, ഈ സ്പ്രിങ് ടോർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്പ്രിങ് ടോർക്കിനെ നമ്മൾ എന്ത് ടോർക്ക് എന്ന് വിളിക്കും? റീസ്ട്രെയിനിങ് ടോർക്ക് എന്ന് വിളിക്കും. അപ്പോൾ ഇപ്പോൾ ഇനി മുതൽ എവിടെയെങ്കിലും സ്പ്രിങ് ടോർക്ക് എന്ന് കണ്ടാൽ മനസ്സിലാക്കുക റീസ്ട്രെയിനിങ് ടോർക്ക് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. അപ്പം അതാണ് നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് അനലൈസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സൽ റിലേ പ്രകാരം നമ്മുടെ ഓവർ കറണ്ട് റിലേയെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഓവർ കറണ്ട് റിലേയെ നമ്മളിപ്പോൾ ഓവർ കറണ്ട് റിലേ ആണല്ലോ പഠിച്ചത്. അപ്പോൾ ഈ ഓവർ കറണ്ട് റിലേയെ യൂസ് ചെയ്ത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ ഇവിടെ നിങ്ങൾ ഈ പ്ലസ് എന്നുള്ള സിമ്പൽ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു പ്ലസ്, പിന്നെ ഇതിവിടെ മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലസ് ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾ പ്ലസ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ടോർക്കും ഈ മൈനസ് ഉള്ള ഈ സാധനമാണ് നിങ്ങളുടെ എന്ത് ഒപ്പോസിങ് ടോർക്ക്. അപ്പോൾ ഒപ്പോസിങ് ടോർക്ക് മിക്കവാറും എന്തായിരിക്കും? നമ്മുടെ സ്പ്രിങ് ആയിരിക്കും. മിക്കവാറും എന്നേ പറയുന്നുള്ളൂ, എപ്പോഴും ഇല്ല. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. പ്ലസും മൈനസും ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഒന്ന് ഓപ്പറേറ്റിംഗ് ടോർക്കും ഒന്ന് റീസ്ട്രെയിനിങ് ടോർക്കും അല്ലെങ്കിൽ ഒപ്പോസിങ് ടോർക്ക്. ഇപ്പോൾ മൈനസ് എന്ന് കാണുമ്പോൾ മനസ്സിലാക്കുക അത് ഒപ്പോസ് ചെയ്യുന്നതാണ്, പ്ലസ് എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള ലെവലിൽ ഓർത്ത് വെച്ചാൽ മതി. അത് പല സ്ഥലത്തും പല വേരിയേഷനും വരുന്നുണ്ട്. അപ്പോൾ ജനറലി അത് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ യൂണിവേഴ്സൽ ടോർക്ക് ഇക്വേഷൻ ഓർക്കാം. ഇനി നമ്മൾ പറഞ്ഞ ഓവർ കറണ്ട് റിലേയിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ഓവർ കറണ്ട് റിലേയിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഏതാണ്? ഓവർ കറണ്ട് റിലേയിൽ ഓപ്പറേറ്റിംഗ് ടോർക്ക് കറണ്ടാണ്. കാരണം കറണ്ടാണോ വോൾട്ടേജ് ആണോ എന്നുള്ള കാര്യമാണ് ആദ്യം അനലൈസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഇത് കറണ്ട് യൂണിറ്റ് ആണ് ഈ സാധനം, ഇത് വോൾട്ടേജ് യൂണിറ്റ് ആണ്, ഇത് ഡയറക്ഷണൽ യൂണിറ്റ് ആണ്. അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ കറണ്ട് യൂണിറ്റ് ആണോ എന്നുള്ള കാര്യമാണ് ആദ്യം അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓവർ കറണ്ട് റിലേ എന്ന് പറഞ്ഞാൽ കറണ്ട് യൂണിറ്റ് എടുക്കണം, ഓവർ വോൾട്ടേജ് റിലേ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് യൂണിറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ ഏതാണ്? ഓവർ കറണ്ട് യൂണിറ്റ് ആണ്. അതുകൊണ്ട് കറണ്ട് യൂണിറ്റ് എടുക്കുക. അതായത് K1I², ഇവിടെ സ്ക്വയർ ഉണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതാ കേട്ടോ.
ഇവിടെ സ്ക്വയർ ഉണ്ടായി മറന്നു വെറുതെ, ഇവിടെ K1 സ്ക്വയർ V സ്ക്വയർ ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് യൂണിറ്റ്. അപ്പോൾ കറണ്ട് യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഓവർ കറണ്ട് റിലേയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ആര്, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്ന ആരാണ്, കറണ്ട് യൂണിറ്റ് ആണ്. അതാണ് നമുക്കിവിടെ ഒന്നാമതായിട്ട് അറിയേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പോസ് ചെയ്യുന്ന ടോർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് ടോർക്ക് ഒപ്പോസിങ് ടോർക്ക് എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം. ഒപ്പോസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ സ്പ്രിങ് ആണ് അല്ലേ. അപ്പോൾ സ്പ്രിങ് ആണ്, അത് മനസ്സിലാക്കുക. ഏത് ടോർക്കാണ്, റീസ്ട്രെയിനിങ് ടോർക്കാണ്. ക്ലിയർ? ഇതാണ് നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് അനലൈസ് ചെയ്യേണ്ടത്. ഇനി അനലൈസ് ചെയ്യേണ്ട ഈ കറണ്ട് യൂണിറ്റ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, കറണ്ട് യൂണിറ്റ് റെപ്രസെൻറ്റ്സ് K1I² ആൻഡ് യുവർ റീസ്ട്രെയിനിങ് ടോർക്ക്, അല്ലെങ്കിൽ റീസ്ട്രെയിൻ ചെയ്യുന്ന ടോർക്ക് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, K4നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ എപ്പോഴും റിലേ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നെറ്റ് ടോർക്ക് എന്തിനെക്കാട്ടിയും കൂടുതലായിരിക്കണം, 0യേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ. ഇപ്പം നെറ്റ് ടോർക്ക് 0യേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നെറ്റ് ടോർക്ക് ഇതിനെക്കാട്ടിയും കൂടുതലാവണം. അപ്പോൾ ഈ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ ഓപ്പറേറ്റിംഗ് ടോർക്ക് മൈനസ് നിങ്ങളുടെ ഒപ്പോസിംഗ് ടോർക്ക് അല്ലേ. അപ്പോൾ ഓപ്പറേറ്റിംഗ് ടോർക്ക് ആരാ, K1I² മൈനസ് K4. ഇതാണ് നിങ്ങളുടെ നെറ്റ് ടോർക്ക്. ക്ലിയർ? അപ്പോൾ ഈ നെറ്റ് ടോർക്ക് എന്താവണം, ഗ്രേറ്റർ ദാൻ 0 ആവണം. ശരിയല്ലേ? അപ്പോൾ നെറ്റ് ടോർക്ക് ഗ്രേറ്റർ ദാൻ 0 ആയാലും റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതായത് K1I² എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ K4 ആയിരിക്കണം. അതായത് I² ഗ്രേറ്റർ ദാൻ K4/K1. അതായത് യുവർ I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ √K4/K1. ഇതാണ് നിങ്ങളുടെ ഓവർ കറണ്ട് ആവാനുള്ള കണ്ടീഷൻ. ക്ലിയർ? അതിലെ ഈ √K4/K1 ആണ് നമ്മുടെ ആര്, ദിസ് ഈസ് കോൾഡ് ആസ് യുവർ പിക്കപ്പ് കറണ്ട്. ഈ പിക്കപ്പ് കറണ്ടിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ലോഡ് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് വരുന്നത് എങ്കിൽ അവിടെ എന്ത് ഓപ്പറേഷൻ നടക്കും, റിലേ വിൽ ഓപ്പറേറ്റ്. ക്ലിയർ അല്ലേ? അതാണ് നമുക്ക് പഠിക്കാനുള്ള അനാലിസിസ്. ഓക്കെ, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേമാണ്, അത് വേറെ കാര്യം. ഇതിന് വേറെ വേരിയബിൾ അല്ല. നമ്മൾ ഇതിന് മുന്നേ ഒരു കാര്യം പഠിച്ചപ്പോൾ കോൺസ്റ്റന്റ് ടേം വേരിയബിളും പറയുന്നത് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇതെന്താണ്, ഒരു വേരിയബിൾ ടേം ആണെന്നുള്ള കാര്യം കൂടിയും അനലൈസ് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ഓവർ കറണ്ട് റിലേയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള വെരി ഇമ്പോർട്ടൻ്റ് കാര്യം. ഇതിൽ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ ഈ റിലേൻ്റെ ഈ കണ്ടീഷൻ വേണമെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇവിടുത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന ടോർക്ക് ഏത് യൂണിറ്റ് ആണെന്ന് ചോദിച്ചാൽ കറണ്ടിൻ്റെ യൂണിറ്റും. ഇതാണ് PSC പരീക്ഷയ്ക്കൊക്കെ ഇതാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓപ്പറേറ്റ് ചെയ്യുന്ന ടോർക്ക് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ കറണ്ട് യൂണിറ്റ്, ഒപ്പോസിംഗ് ടോർക്ക് അല്ലെങ്കിൽ റീസ്ട്രെയിനിങ് ടോർക്ക് എന്നാണ് വരിക ചിലപ്പം. അപ്പോൾ റീസ്ട്രെയിനിങ് ടോർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, സ്പ്രിങ് ആണ്. റീസ്ട്രെയിനിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്, സ്പ്രിങ് ആണ്. ഓപ്പറേറ്റിംഗ് ടോർക്ക് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ആരാണ്, നമ്മുടെ കറണ്ട് യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഡയറക്ഷണൽ ഓവർ കറണ്ട് റിലേ ഉണ്ടല്ലോ. നമുക്കറിയാലോ നമ്മുടെ ഡയറക്ഷണൽ ഓവർ കറണ്ട് റിലേ അല്ലേ. നമ്മൾ നേരത്തെ ഡയറക്ഷണൽ നോൺ ഡയറക്ഷണൽ എന്നൊക്കെ എഴുതിയില്ലേ. അപ്പോൾ ഈ ഡയറക്ഷണൽ ഓവർ കറണ്ട് റിലേ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ. ഈ ഡയറക്ഷണൽ ഓവർ കറണ്ട് റിലേയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഈ ഓപ്പറേറ്റിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഡയറക്ഷണൽ യൂണിറ്റ് ആയിരിക്കും. ക്ലിയർ? നമ്മൾ അത് മാത്രമേ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇവിടെ ഓപ്പറേറ്റിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഡയറക്ഷണൽ യൂണിറ്റ് ആണ്. ഇവിടുത്തെ റീസ്ട്രെയിനിങ് ടോർക്ക് അല്ലെങ്കിൽ നമ്മൾ ഒപ്പോസിംഗ് ടോർക്ക്, ഒന്ന് ഓപ്പറേറ്റിംഗ് ആണെങ്കിൽ ഒന്ന് ഒപ്പോസിംഗ്, ഇവിടെ നമ്മുടെ ഒപ്പോസിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഇവിടെയും സ്പ്രിങ് തന്നെയാണ് ഒപ്പോസിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഡയറക്ഷണൽ ഒരു ഓവർ കറണ്ട് റിലേ ആണെങ്കിൽ റീസ്ട്രെയിനിങ് ടോർക്ക് എപ്പോഴും സ്പ്രിങ് ആണ്. ഓപ്പറേറ്റിംഗ് ടോർക്ക് സിംപ്ലി നിങ്ങളോട് പറയാണ്, വെറുതെ നിങ്ങളോട് പറയാണ് ഓവർ കറണ്ട് റിലേ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ടോർക്ക് കറണ്ട് യൂണിറ്റും. ഡയറക്ഷണൽ ഓവർ കറണ്ട് റിലേ എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക
ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്തായിരിക്കും, ഒരു ഡയറക്ഷണൽ യൂണിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് PSC പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമുക്ക് കണ്ടുവരുന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യം അനലൈസ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? സോ അതാണ് നമുക്ക് ഓവർ കറണ്ട് റിലേയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മേജർ ടോപ്പിക്ക് നമ്മുടെ ഈ യൂണിവേഴ്സൽ ടോർക്ക് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ പറയുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഡിസ്റ്റൻസ് റിലേകൾ. ഓക്കെ, അതാണ് ഡിസ്റ്റൻസ് റിലേ. കാരണം നമ്മുടെ അടുത്ത ടോപ്പിക്കായ നമ്മുടെ ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ റിലേയുടെ ടൈപ്സ് എഴുതിയപ്പോൾ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് ഡിസ്റ്റൻസ് റിലേ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഡിഫറൻഷ്യൽ റിലേ വേറെ തന്നെ കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് റിലേ ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് റിലേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇതിനെ ബേസ് ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വളരെ ഈസിയാണ് ആക്ച്വലി ഡിസ്റ്റൻസ് റിലേ പഠിക്കുക. ഡിസ്റ്റൻസ് റിലേ ഈസിയാണെന്ന് മാത്രമല്ല അതിൻ്റെ അകത്തുനിന്ന് കുറേ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് റിലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയും കൂടി ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് റിലേ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. സോ ഡിസ്റ്റൻസ് റിലേ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് റിലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും നമ്മുടെ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഫോൾട്ടിൻ്റെ ഡിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫോൾട്ട് ഡിസ്റ്റൻസ് ഈസ് കാൽക്കുലേറ്റഡ്. ഓക്കെ, ഫോൾട്ടിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേ ആണ് ഡിസ്റ്റൻസ് റിലേ. ഓക്കെ, അപ്പം നമ്മുടെ ഫോൾട്ടിൻ്റെ പൊസിഷൻ എവിടെയാണെന്നും റിലേയുടെ പൊസിഷൻ എവിടെയാണെന്നും അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. അപ്പോൾ ഫോൾട്ട് പൊസിഷനും അതുപോലെ തന്നെ നമ്മുടെ റിലേ പൊസിഷനുമാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ. ഓക്കെ, റിലേ പൊസിഷനും ഫോൾട്ട് പൊസിഷനും എവിടെയുള്ള എത്രയാണോ ഡിസ്റ്റൻസ് എന്നുള്ള ലെവലിൽ അനലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിസ്റ്റൻസ് റിലേ എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനെ കോമൺലി അല്ലെങ്കിൽ നമ്മളുടെ മേജറായിട്ട് നമുക്ക് അനലൈസ് ചെയ്യുന്ന ഇവിടുത്തെ ഇമ്പിഡൻസുകളും അതുപോലെ തന്നെ റിയാക്റ്റൻസുകളും ഒക്കെയാണ്. ഓക്കെ, ഇമ്പിഡൻസുകളും റിയാക്റ്റൻസുകളും ഒക്കെയാണ് ഇവിടെ അല്ല. അപ്പോൾ ഡിസ്റ്റൻസ് റിലേ എന്ന് പറയാം, അല്ലെങ്കിൽ ഇമ്പിഡൻസ് റിലേ എന്നോ അല്ലെങ്കിൽ നമ്മുടെ V/I റിലേ എന്നൊക്കെയാണ് ഇതിനെ പറയുക. ഓക്കെ, V/I റിലേ എന്നൊക്കെയാണ് ഇതിന് പറയുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ എടുക്കുന്നത് എപ്പോഴും റേഷ്യോ ഓഫ് വോൾട്ടേജും കറണ്ടുമാണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ V/I ആണ് നമുക്കിവിടെ മേജറായിട്ട് അനലൈസ് ചെയ്യാനുള്ളത്. ക്ലിയർ? അപ്പോൾ ആ റേഷ്യോ ഓഫ് V/I എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലാണ് ഇതിനെ കൂടുതലായും വിളിക്കാറ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ റിയാക്റ്റൻസ് റിലേ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റിയാക്റ്റൻസ് റിലേ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം പറയാനുള്ള ഈ ഡിസ്റ്റൻസ് റിലേ 3 ടൈപ്പ് ഉണ്ട്. അതാണ് ഒന്നാമതായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് റിലേ 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ റിയാക്റ്റൻസ് റിലേ. ദെൻ രണ്ടാമത്തേതാണ് നമ്മുടെ ഈ ഇംപിഡൻസ് റിലേ. ദെൻ മൂന്നാമത്തേതാണ് നമ്മുടെ മോർ റിലേ. ഓക്കെ, റിയാക്റ്റൻസ് റിലേ, ഇംപിഡൻസ് റിലേ, അതുപോലെ തന്നെ മോർ റിലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റേഷ്യോ ഓഫ് V/I ആണ് എല്ലാത്തിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റിയാക്റ്റൻസ് നമ്മൾ നോക്കും, റെസിസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഇംപിഡൻസ് ആകുമ്പോൾ നമുക്ക് രണ്ടും കൺസിഡർ ചെയ്യും. മോർ റിലേ ആകുമ്പോൾ നമ്മൾ ഓമിൻ്റെ ഇൻവേഴ്സ് അല്ല, ഓമിൻ്റെ ഇൻവേഴ്സ് വെച്ചാൽ I/V. ഓക്കെ, ഇവിടെ മാത്രമാണ് വ്യത്യാസം വരുന്നത്. I/V ആണ് നമ്മളവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ആദ്യം ഒരു ബിഗിനർ
എന്നുള്ള ലെവലിൽ നമ്മുടെ ഈ ഡിസ്റ്റൻസ് റിലേയിൽ ആദ്യം ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റിലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിലേകൾ ഏതൊക്കെ ലൈനുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് വിച്ച് ഓൾ ലൈൻസ്, ഏതൊക്കെ ലൈൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ റിലേസ് യൂസ് ചെയ്യുന്നതെന്നുള്ള ചോദ്യം വരാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, റിയാക്ടൻസ് റിലേ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് യുവർ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, അപ്പോൾ ഷോർട്ട് ലൈൻസിൻ്റെ ട്രാൻസ്മിഷന് റിയാക്ടൻസും മീഡിയം ലൈൻസിൻ്റെ പ്രൊട്ടക്ഷന് ഇമ്പിഡൻസും ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ പ്രൊട്ടക്ഷന് മോറിലേ. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോറിലൊക്കെ സ്ഥിരമായിട്ട് പേപ്പറിൽ കണ്ടുവരുന്നൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പം ഈ റിയാക്ടൻസ് റിലേ ഷോർട്ട് ലൈൻസിനും ഇമ്പിഡൻസ് റിലേ മീഡിയം ലൈൻസിനും റിലേ ഏതിനാണ്? ലോങ് ലൈൻസിൽ എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മൾ ഇതിൻ്റെ അകത്ത് അനലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് റിയാക്ടൻസ് റിലേ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ റിയാക്ടൻസ് റിലേ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റിയാക്ടൻസ് റിലേയുടെ ആദ്യത്തെ പോയിന്റ് നമുക്ക് ഇവിടെ ഒന്ന് ഓൾറെഡി കിട്ടി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ റിലേ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് നമ്മൾ അറിയേണ്ടത് നമ്മളിവിടുത്തെ ഓപ്പറേറ്റിംഗ് ടോർക്കും റീസ്ട്രെയിനിങ് ടോർക്കും അല്ലെങ്കിൽ നമ്മുടെ ഒപ്പോസിങ് ടോർക്കും ഏതൊക്കെ യൂണിറ്റുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് അടുത്തൊരു ചോദ്യമായിട്ട് നമുക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് ടോർക്കും അതുപോലെ തന്നെ ഒപ്പോസിങ് അല്ലെങ്കിൽ റീസ്ട്രെയിനിങ് ടോർക്ക്. ഇനി റീസ്ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാതെ ഒപ്പോസിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും സ്പ്രിങ് ആണെന്ന് വിചാരിക്കരുത്. അതെപ്പോഴും നമ്മുടെ റീസ്ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്പ്രിങ് വരാൻ നിർബന്ധമില്ല. അതുകൊണ്ട് ഞാനിവിടെ റീസ്ട്രെയിനിങ് എന്ന് എഴുതുന്നില്ല, ഒപ്പോസിങ് എന്ന് എഴുതാം. കാരണം അവിടെ സ്പ്രിങ് എന്നുള്ളൊരു മൈൻഡിലാണ് നിങ്ങൾ നിൽക്കുക ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് ടോർക്കും ഒപ്പോസിങ് ടോർക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ടോർക്ക് ഇവിടെയും ഏതാന്ന് പറഞ്ഞാൽ ഇവിടെയും കറണ്ടിൻ്റെ യൂണിറ്റാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ടോർക്കും. പക്ഷേ ഒപ്പോസിങ് ടോർക്ക് അല്ലെങ്കിൽ റീസ്ട്രെയിനിങ് ടോർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഏതാണെന്ന് വെച്ചാൽ ഡയറക്ഷണൽ യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. മനസ്സിലായില്ലേ? അപ്പം ഓപ്പറേറ്റിംഗ് ടോർക്ക് കറണ്ട് യൂണിറ്റും ഒപ്പോസിങ് ടോർക്ക് ഏതാണ്? ഡയറക്ഷണൽ യൂണിറ്റ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ ഓവർ കറണ്ട് റിലേ ഡയറക്ഷണൽ ഓവർ കറണ്ട് റിലേ ആണെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ടോർക്ക് ഡയറക്ഷണൽ യൂണിറ്റും ഓപ്പോസിങ് ടോർക്ക് സ്പ്രിങ്ങും ആയിരുന്നു. ശരിയല്ലേ? ആദ്യമായിട്ടാണ് നിങ്ങളെ സ്പ്രിങ്ങിന് പുറത്തേക്ക് ഒരു യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഓവർ കറണ്ട് റിലേകളിൽ രണ്ടിലും സ്പ്രിങ് ആണ്. പക്ഷേ ഡിസ്റ്റൻസ് റിലേയുടെ ആദ്യത്തെ റിലേ ആയ റിയാക്ടൻസ് റിലേയിൽ സ്പ്രിങ് മാറി എന്താണ്? ഡയറക്ഷണൽ യൂണിറ്റ് ആയി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഇവിടെയും എന്ത് തന്നെയാണ്? കറണ്ട് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഓക്കെ, ഈ റിലേയെ വേറൊരു പേരിട്ടും വിളിക്കാറുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഓവർ കറണ്ട് റിലേ വിത്ത് ഡയറക്ഷണൽ റീസ്ട്രെയിൻറ്റ്. ഇതാണ് ആ പേര്, ഡയറക്ഷണൽ റീസ്ട്രെയിൻറ്റ്. ക്ലിയർ? ഇതെന്തുകൊണ്ടാണ് ഈ പേരിങ്ങനെ വന്നത്? അതായത് ഞാൻ പറഞ്ഞു ഇവിടെ ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്താണ്? കറണ്ടാണ്. കറണ്ടിൻ്റെ ഓപ്പറേറ്റിംഗ് ടോർക്കുള്ള റിലേകളാണ് ഏത്? നമ്മുടെ ഓപ്പറേറ്റിംഗ് ടോർക്കുള്ള കറണ്ട് യൂണിറ്റ് ഓപ്പറേറ്റിംഗ് ടോർക്കുള്ള റിലേ ആണ് നമ്മുടെ ഓവർ കറണ്ട് റിലേ. ഇവിടെയും കറണ്ട് യൂണിറ്റ് ആണ്, ഇവിടെയും നമ്മുടെ എന്താണ്? കറണ്ട് യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ കറണ്ട് യൂണിറ്റ് നമ്മൾ ഓവർ കറണ്ട് റിലേയിൽ ഒരു സ്ഥലത്ത് വന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചു വന്നത് ഓവർ കറണ്ട് റിലേ. ഓക്കെ, കറണ്ട് യൂണിറ്റ് വന്നുകൊണ്ട് ഓവർ കറണ്ട് റിലേ വിത്ത് ഡയറക്ഷണൽ റീസ്ട്രെയിൻറ്റ്. അതായത് ഇവിടുത്തെ റീസ്ട്രെയിനിങ് ടോർക്ക് അല്ലെങ്കിൽ ഒപ്പോസിങ് ടോർക്ക് എന്താണ്? ഡയറക്ഷണലാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ഷണൽ യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡയറക്ഷണൽ റീസ്ട്രെയിൻറ്റ് എന്ന് വിളിച്ചു. ഇത് രണ്ടും മിക്സ് ചെയ്ത് വിളിക്കുന്ന ഒരു പേരാണ്. ഇവിടെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, ഓവർ കറണ്ട് റിലേ പ്ലസ് ഡയറക്ഷണൽ റീസ്ട്രെയിൻറ്റ്. റീസ്ട്രെയിൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റീസ്ട്രെയിനിങ് ടോർക്കാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഓവർ കറണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് യൂണിറ്റ് വരും, ഡയറക്ഷണൽ എന്ന് പറയുമ്പോൾ ഡയറക്ഷണൽ ഒപ്പോസിഷൻ വരും. രണ്ടും കൂടി മിക്സ് ചെയ്ത സാധനമാണ് നിങ്ങളുടെ റിയാക്ടൻസ് റിലേ. ഇതാണ് നമുക്ക് PSC പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേൻ്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ ഓഫ് യുവർ റിലേ.
ഓക്കെ. അപ്പോൾ ഓപ്പറേഷൻ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ 2 യൂണിറ്റുകൾ ഏതൊക്കെയാണ്? കറണ്ട് യൂണിറ്റും അതുപോലെ തന്നെ ഡയറക്ഷണൽ യൂണിറ്റും. ഇതാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലേ. അപ്പം നമ്മുടെ കറണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? K1I². ഡയറക്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു? ഡയറക്ഷണൽ യൂണിറ്റ് ആണ് നമ്മുടെ ഈ യൂണിറ്റ്. ഏതാണ് ഡയറക്ഷണൽ യൂണിറ്റ് എന്ന് മറന്നു പോകരുത്. ഇതാണ് കറണ്ട് യൂണിറ്റ്, ഇതാണ് വോൾട്ടേജ് യൂണിറ്റ്, ഇതാണ് ഡയറക്ഷണൽ യൂണിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ഷണൽ യൂണിറ്റ്. ഓക്കെ. അപ്പോൾ ഏതാണ്? K3VI cos θ minus ഡോ. സോ K3VI cos θ minus ഡോ. ഇതാണ് നമ്മുടെ എന്ത്? ഡയറക്ഷണൽ യൂണിറ്റ്. അപ്പോൾ ഈ 2 ഫിനോമിനനാണ്. ഈ 2 ഫിനോമിനൻ നമ്മൾ എങ്ങനെ എഴുതണം എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പറേഷണൽ യൂണിറ്റ് മൈനസ് ഓപ്പോസിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ടോർക്ക്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ടോർക്ക് ആരാ? കറണ്ട് ടോർക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് K1I² മൈനസ് K3VI cos θ മൈനസ് ഡോ. ശരിയല്ലേ? നമ്മൾ എഴുതി ശരിയല്ലേ? അടുത്ത കണ്ടീഷൻ എന്താ? റിലേ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നെറ്റ് ടോർക്ക് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആവണം. അതായത് K1I² ഷുഡ് ബി ഗ്രേറ്റർ ദാൻ K3VI cos θ മൈനസ് ഡോ. ഓക്കെ. K3 മൈനസ് θ ബൈ ഡോ. അപ്പം യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് K1/K3 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഐയും കട്ടായി പോവും. ഒരു ഐ കട്ടായി പോവും, മറ്റേ ഐ അവിടെ ഉണ്ടാവും. ഇപ്പോൾ V/I കോസ് θ മൈനസ് ഡോ അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മളിവിടെ മനസ്സിലാക്കണം, നമ്മളിവിടെ മാക്സിമം ടോർക്കിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും പറയുന്നത് അല്ലേ. മാക്സിമം ടോർക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ പാരാമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഡയറക്ഷണൽ യൂണിറ്റുകൾ വരുമ്പോൾ ഡയറക്ഷണൽ യൂണിറ്റിൽ നമ്മുടെ മാക്സിമം ടോർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തീറ്റ അല്ല, നമ്മൾ ഡോയെ 90 ആക്കി വെക്കണം. ക്ലിയർ? നമ്മൾ മാക്സിമം ടോർക്ക് വേരിയബിൾ പാരാമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഡോനെ എന്തൊക്കെ വെക്കണം? 90 ആക്കി വെക്കണം. അപ്പോൾ ഡോനെ ഇവിടെ വരെ 90 കൊടുക്കുക. അങ്ങനെ 90 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ K1I² ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ K1I² ഗ്രേറ്റർ ദാൻ K3. അവിടെ K3 ഉണ്ടല്ലോ അല്ലേ. K1I² ഗ്രേറ്റർ ദാൻ അല്ല K3 നമ്മളിവിടെ എഴുതിയല്ലോ അല്ലേ. അപ്പോൾ K1/K3 ഗ്രേറ്റർ ദാൻ V/I സൈൻ തീറ്റ എന്നുള്ള ലെവലിലൊരു ഇക്വേഷനാണ് വരിക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? K1/K3 ഗ്രേറ്റർ ദാൻ VI സൈൻ തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിലെ വിയും ഐയും എന്താണ്? ഇവിടുത്തെ വിയും ഐയെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് V/I എന്ന് പറഞ്ഞാൽ Z എന്ന് എഴുതാം. ശരിയല്ലേ? Z എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യാം. K1/K3 ഈസ് ഗ്രേറ്റർ ദാൻ Z സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ. Z സൈൻ തീറ്റ എന്ന് എഴുതാം. Z സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പം ഇവിടുത്തെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഏതൊക്കെ വിയും ഐയും തമ്മിലുള്ള ആംഗിളാണ്. ഡോ അല്ല VI ആണ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഇംപെഡൻസ് ട്രയാംഗിൾ വരച്ചു എന്ന് വിചാരിക്കും. ഓക്കെ. ഒരു ഇംപെഡൻസ് ട്രയാംഗിൾ വരച്ച് നമ്മൾ തീറ്റ കാണുമല്ലോ. അപ്പോൾ തീറ്റ കാണുന്ന സമയത്ത് ഇത് ഇംപെഡൻസ് ട്രയാംഗിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ റിലേഷൻ കിട്ടുന്ന ഓർക്കുന്നുണ്ടോ? അതായത് X = Z സൈൻ തീറ്റ എന്നുള്ള റിലേഷൻ കിട്ടുന്ന ഓർക്കുന്നുണ്ടോ? അതായത് R = Z കോസ് തീറ്റയും X = Z സൈൻ തീറ്റയും കിട്ടില്ലേ. അപ്പോൾ ഈ Z സൈൻ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ K1/K3 ഗ്രേറ്റർ ദാൻ X എന്ന് എഴുതും. ക്ലിയർ? K1/K3 ഗ്രേറ്റർ ദാൻ X എന്ന് എഴുതും. അല്ലെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം X ലെസ് ദാൻ K1/K3. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം. നിങ്ങളുടെ റിയാക്റ്റൻസ് X എന്ന് പറഞ്ഞാൽ ആരാണ്? റിയാക്റ്റൻസ് X ഈസ് ലെസ് ദാൻ K1/K3. ഓക്കെ. അപ്പോൾ ആരാണ് ഈ K1/K3? നമ്മൾ ഓവർ കറണ്ട് റിലേ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ I ഷുഡ് ബി ഗ്രേറ്റർ ദാൻ √K1/K4. ഇവിടെതാ
ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് K4/K1 എന്ന് പറഞ്ഞില്ലേ, ഇത് ആരായിരുന്നു? പിക്കപ്പ് കറണ്ട് ആയിരുന്നു. ശരിയല്ല, അതായത് ഒരു പിക്കപ്പ് കറണ്ട് ആയിരുന്നു. പിക്കപ്പ് കറണ്ട് എന്ന് വെച്ചാൽ മുന്നേ ഉള്ളൊരു വാല്യൂ, ശരിയല്ല, ആ വാല്യൂയേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? എക്സ് ലെസ് ദാൻ K1/K3 എന്നുള്ളത്. അതായത് ഇത് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രീസെറ്റ് വാല്യൂ. ക്ലിയർ? അതിൽ സംശയമൊന്നുമില്ലല്ലോ, ഇതാണ് നമ്മുടെ പ്രീസെറ്റ് വാല്യൂ. ഓക്കെ, ഇവിടെ ഇതൊരു K1 K3 ആയതുകൊണ്ട് ഇതിവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, പക്ഷെ ഇതാണ് നമ്മുടെ പ്രീസെറ്റ് വാല്യൂ. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണ്? നിങ്ങളുടെ റിലേ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്റ്റൻസ് റിലേ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാണുന്ന റിയാക്റ്റൻസ്, അതാണ് ഈ എക്സ് അല്ല, ഇതാണ് നിങ്ങളുടെ പ്രസന്റ് റിയാക്റ്റൻസ്. അപ്പോൾ ഇപ്പോഴത്തെ റിയാക്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ദ പ്രീസെറ്റ് വാല്യൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്രയും നേരം എല്ലാം ഗ്രേറ്റർ ദാൻ ആണ് പഠിച്ചത്, അത് കറണ്ടിന്റെ കേസിലാണ്. ഇവിടെ റിയാക്റ്റൻസ് ആണ് വന്നത്, അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കുക, നിങ്ങളുടെ റിയാക്റ്റൻസ് യുവർ റിയാക്റ്റൻസ് റിലേ operates when your reactance is less than a preset value. ഒരു റിയാക്റ്റൻസ് പ്രീസെറ്റിനേക്കാൾ കുറവാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിയാക്റ്റൻസ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേ എന്ത് ചെയ്യുള്ളൂ? ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക, യുവർ എക്സ് ഷുഡ് ബി ലെസ് ദാൻ എ പ്രീസെറ്റ് വാല്യൂ ഓഫ് എക്സ്. നിങ്ങളുടെ ആദ്യമേ ഉള്ളൊരു റിയാക്റ്റൻസിനേക്കാൾ കുറവ് വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന റിയാക്റ്റൻസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറ്. മനസ്സിലായി? അപ്പോൾ എക്സ് ലെസ് ദാൻ K1/K3 ഓർത്ത് വയ്ക്കുക. അറ്റ് ദ സെയിം ടൈം എക്സ് ലെസ് ദാൻ എക്സ് പ്രീസെറ്റ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇത് റിയാക്റ്റൻസ് ആയതുകൊണ്ടാണ് നേരെ തിരിഞ്ഞു വന്നത്. നമ്മളെ കറണ്ട് ആണെങ്കിൽ നേരെ മറ്റേതുപോലെ ഉണ്ടാവും. ഇത് റിയാക്റ്റൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ തിരിഞ്ഞു വന്നതെന്നുള്ള ലെവലിൽ ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ കൺക്ലൂഷനായിട്ട് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ റിയാക്റ്റൻസ് റിലേയുടെ ബേസിക്. ഓക്കെ, ഇനി റിയാക്റ്റൻസ് റിലേ ബേസിക് ഇതാണെന്ന് പറയുമ്പോഴും നമുക്കിത് വേണമെങ്കിൽ ഒരു ഗ്രാഫിൽ വേണമെങ്കിൽ ഇത് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ എക്സ് എന്നും ഇത് ആർ എന്നും വിചാരിക്കുന്നു, റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ നിങ്ങളുടെ ഗ്രാഫ് ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫാണ് വരിക. ഓക്കെ, ഈ ഗ്രാഫ് എന്തിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ നമ്മളീ പറഞ്ഞ പ്രീസെറ്റ് വാല്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രീസെറ്റ് വാല്യൂ. ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, അപ്പം എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രീസെറ്റ് വാല്യൂയേക്കാൾ താഴ്ന്ന വാല്യൂവിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ അല്ലേ? അതായത് നിങ്ങളെ താഴ്ന്ന വാല്യൂ എന്ന് വെച്ചാൽ ഈ പ്രീസെറ്റ് വാല്യൂയേക്കാൾ താഴ്ന്ന വാല്യൂ ഈ ഒരു റീജിയനിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റിലേ ഓപ്പറേറ്റ്സ്. ഇതിൻ്റെ മുകളിലേക്കുള്ള ഈ പോർഷനിലൊക്കെ റിലേ ബ്ലോക്ക് ചെയ്യും. അതായത് പ്രീസെറ്റ് വാല്യൂയേക്കാൾ കൂടുതൽ വാല്യൂ ആണെങ്കിൽ റിലേ ബ്ലോക്ക് ചെയ്യും. ഇതിൻ്റെ അടിയിലാണ് വരുന്നതെങ്കിൽ റിലേ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യും. അതായത് ഈ റീജിയനിൽ യുവർ എക്സ് ഈസ് ലെസ് ദാൻ യുവർ എക്സ് പ്രീസെറ്റിനേക്കാളും കുറവാണ് ഈ സ്ഥലത്ത്. ഓക്കെ, അല്ലെങ്കിൽ എക്സ് റിലേ ഓപ്പറേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് റിലേ ട്രിപ്പായി എന്ന് പറയാം. നമ്മൾ പറയില്ല ട്രിപ്പായി എന്ന്. അപ്പോൾ റിലേ ട്രിപ്പായി എന്ന് പറയുന്നാലും റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഒരു റീജിയനിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് റീജിയൻ ഇങ്ങനൊരു ഫിഗർ വന്നിട്ട്, കാരണം ഇത് ചോദിക്കാൻ വേണമെങ്കിൽ ഇങ്ങനൊരു ഫിഗർ വന്നിട്ട് ഇവിടെ ഇങ്ങനൊരു ലൈൻ വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ഇവിടെ ഓപ്പറേറ്റിംഗ് റീജിയൻ ഏതാണെന്ന് വെച്ചാൽ ഇതാണെന്ന് ഓർക്കുക. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് ഏതിൻ്റെ ആണെന്ന് ഓർക്കുക? ഇത് റിയാക്റ്റൻസ് റിലേയുടെ ഗ്രാഫാണെന്നുള്ള പോയിന്റും കൂടിയും നമ്മൾ ഓർത്ത് വെക്കുക. മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്ഷൻ, വളരെ യൂസ്ഫുള്ളും ആണ് ആക്ച്വലി. ഓക്കെ, ക്വസ്റ്റ്യൻസ് കുറേ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയുമാണ്. അറ്റ് ദ സെയിം ടൈം വെരി ഇമ്പോർട്ടൻറ്റുമാണ് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ റിയാക്റ്റൻസ് റിലേ നിങ്ങളത് ഈ ഒരു തരത്തിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി അങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊരു ഇംപെഡൻസ് റിലേ ആയാലും ഇത് തന്നെയാണ് വരുന്നത്. സിമിലർലി നിങ്ങളുടെ റിലേ ആയാലും ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ആ ഗ്രാഫിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇംപെഡൻസ് റിലേ.
ഓക്കെ, അടുത്തത് എന്താണ്? ഇംപെഡൻസ് റിലേ ആണ്. ഓക്കെ, ഇംപെഡൻസ് റിലേ. അപ്പോൾ ഇംപെഡൻസ് റിലേൻ്റെ ഓപ്പറേഷനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇംപെഡൻസ് റിലേയുടെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്? മീഡിയം ട്രാൻസ്മിഷൻ ലൈനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അത് നമുക്കറിയാം. ഏത് ലൈനിലാണ്? മീഡിയം ട്രാൻസ്മിഷൻ ലൈൻസിലാണ് ഉപയോഗിക്കുക. സിമിലർലി നമ്മുടെ ഓപ്പറേറ്റിംഗ് ടോർക്ക്, അതാണല്ലോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓപ്പറേറ്റിംഗ് ടോർക്ക് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പോസിങ് ടോർക്ക് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഓപ്പറേറ്റിംഗ് ടോർക്ക് ഏതാണ്? ഓപ്പറേറ്റിംഗ് ടോർക്ക് ഇവിടെയും എന്ത് തന്നെയാണ്? കറണ്ട് യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, ഇവിടെയും എന്ത് തന്നെയാണ്? കറണ്ട് യൂണിറ്റ് തന്നെയാണ്. ഇതവിടെ കാണുന്നില്ലേ? ഇവിടെയും നമ്മുടെ കറണ്ട് യൂണിറ്റ് ആയിരുന്നു റിയാക്റ്റൻസ് റിലേയിൽ, ഇവിടെയും കറണ്ട് യൂണിറ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം, നിങ്ങളുടെ റിയാക്റ്റൻസ് റിലേയിൽ ഇവിടെ ഡയറക്ഷണൽ യൂണിറ്റ് ആയിരുന്നു. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങളുടെ റീസ്ട്രെയിനിങ് ടോർക്ക് അല്ലെങ്കിൽ ഒപ്പോസിങ് ടോർക്കിൽ ഇത് വോൾട്ടേജ് യൂണിറ്റ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. വോൾട്ടേജ് യൂണിറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഈ റിലേ വിളിക്കാം. ഇവിടെ കറണ്ടാണ് ഓപ്പറേറ്റിംഗ് ആയതുകൊണ്ട് ഇതും എന്താണ്? ഓവർ കറണ്ട് റിലേ ആണ്. അതിലൊന്നും വ്യത്യാസമില്ല. ഓവർ കറണ്ട് റിലേ വിത്ത് റിയാക്റ്റൻസ് റിലേ ഡയറക്ഷണൽ റീസ്ട്രെയിൻഡ് ആണെങ്കിൽ ഇവിടെ വിത്ത് വോൾട്ടേജ് റീസ്ട്രെയിൻഡ് ആണ്. അവിടെ ഡയറക്ഷണൽ റീസ്ട്രെയിൻഡ് എന്ന് പറയാം, ഇവിടെ എന്ത് പറയാം? വോൾട്ടേജ് റീസ്ട്രെയിൻഡ് എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഇംപെഡൻസ് റിലേക്ക് എന്ത് പ്രോപ്പർട്ടി ഇല്ല? ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലൊരു ചോദ്യമായിട്ട് വരാം. ഇറ്റ് ഡസൻറ്റ് ഹാവ് ഇൻഹെറൻറ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ്. ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഇൻബിൽഡ് ആയിട്ട് ഇല്ലാത്ത ഒരു റിലേ അല്ലെങ്കിൽ ഈ ഇൻഹെറൻറ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഇല്ലാത്ത റിലേ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് എന്ത്? ഇംപെഡൻസ് റിലേ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായാലോ? ഇത്രയുള്ള പരിപാടി. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ നെറ്റ് ടോർക്ക് എഴുതണം. നെറ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം കറണ്ട് യൂണിറ്റ് ആണ്. കറണ്ട് യൂണിറ്റ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ കൃത്യമായി പഠിച്ചല്ലോ. എന്താണ്? K1I² ആണ്. ഒപ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മൈനസ് എഴുതണം. മൈനസ് വോൾട്ടേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ K2V². ശരിയല്ലേ? അപ്പോൾ നെറ്റ് ടോർക്ക് റിലേ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് K1I² എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ K2V². അതായത് നമുക്ക് എഴുതണം ഇതിൻ്റെ അകത്ത് നമ്മൾ V/I അല്ലേ കാണേണ്ട, ഇംപെഡൻസ് അല്ലേ. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി V/I ആണ് വേണ്ടത്. അപ്പോൾ യുവർ V/I ഈസ് ഗ്രേറ്റർ ദാൻ അല്ല, ലെസ് ദാൻ അല്ലേ വരിക? ലെസ് ദാൻ യുവർ റൂട്ട് ഓഫ് K1/K2. അപ്പോൾ V/I എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ Z. സോ Z ഷുഡ് ബി ലെസ് ദാൻ റൂട്ട് ഓഫ് K1/K2 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മളൊരു നമ്മുടെ K1/K3 എന്ന് പറയുന്ന ഒരു പ്രീസെറ്റ് വാല്യൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇതാണ് നമ്മുടെ പ്രീസെറ്റ് വാല്യൂ. ഇതിനെയും നമ്മൾ എന്ത് ചെയ്യും? പ്രീസെറ്റ് വാല്യൂ എന്നുള്ള ലെവലിൽ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പ്രീസെറ്റ് വാല്യൂ X അല്ല, ഇവിടെ ആരാണ്? ഇംപെഡൻസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം മോഡ് Z ഈസ് ലെസ് ദാൻ യുവർ Z പ്രീസെറ്റ്. ക്ലിയർ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, Z ഈസ് ലെസ് ദാൻ Z പ്രീസെറ്റ്. നിങ്ങളുടെ പ്രീസെറ്റ് വാല്യൂയേക്കാൾ കുറവാണ് നിങ്ങൾക്ക് കിട്ടുന്ന Z. ഈ ഒരു കണ്ടീഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? റിലേ ഓപ്പറേറ്റ്സ് അറ്റ് ദിസ് റീജിയൻ. ഈ റീജിയനിലാണ് റിലേ എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻസ് ആയാലും ഇംപെഡൻസ് ആയാലും കണ്ടീഷൻ എന്താണ്? ഇതാണ്. Z ഈസ് ലെസ് ദാൻ പ്രീസെറ്റ് Z. Z ഈസ് ലെസ് ദാൻ പ്രീസെറ്റ് Z എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. Okay, so impedance relay will operate when impedance is seen by the relay. When the impedance seen by the relay is less than the preset value. Preset value യേക്കാൾ കുറവാണെങ്കിലാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ ഗ്രാഫിക്കൽ പ്ലോട്ടിംഗ് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ലെവലിൽ നമുക്കത് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു പ്ലോട്ടിംഗ് ആണ് നമുക്ക് വരുന്നത്. ഇഫ് യു പ്ലോട്ട് ബിറ്റ്വീൻ യുവർ എക്സ് ആൻഡ് ആർ, നിങ്ങൾ എക്സും ആറും തമ്മിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു
പ്ലോട്ടിംഗ് ആണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതായത് ഈ റീജിയണിൽ നമ്മളിതിൻ്റെ അകത്തുള്ള റീജിയണിൽ നിങ്ങളുടെ റിലേ എന്താവും, റിലേ വിൽ ട്രിപ്പ്. ഓക്കെ, റിലേ വിൽ ട്രിപ്പ് അല്ലെങ്കിൽ റിലേ വിൽ ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ അകത്തുള്ള ഈ റീജിയനിലാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുക. ഇതിൻ്റെ പുറത്തുള്ള റീജിയനിൽ റിലേ എന്താവും, റിലേ വിൽ ബ്ലോക്സ്. ഓക്കെ, സോ Z ഷുഡ് ബി ലെസ് ദാൻ എ പ്രീസെറ്റ് വാല്യൂ. ആ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ അനലൈസ് ചെയ്യേണ്ടത്. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ സർക്കിൾ പോലെയൊക്കെ തന്നാൽ മനസ്സിലാക്കുക അതെന്താണ്, ഒരു ഇമ്പിഡൻസ് റിലേ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെ ഒരു സർക്കിൾ എന്നിട്ട് ചോദിക്കാം ഇത് ഏത് റിലേ എന്ന് ചോദിച്ചാൽ ഇമ്പിഡൻസ് റിലേ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ലൈൻ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ട് ചോദിക്കുക ഇത് ഏത് റിലേ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക അത് റിയാക്റ്റൻസ് റിലേ ആണ് കേട്ടോ. കാരണം സർക്കിളിൻ്റെ അകത്താണ് നമ്മളിത് ഡിറൈവ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടാണ് അത് സർക്കിൾ ലെവലുള്ള ഗ്രാഫ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് നമ്മുടെ ഡിസ്റ്റൻസ് റിലേയുടെ മൂന്നാമത്തെ റിലേ ഓഫ് എ ഡിസ്റ്റൻസ് റിലേ ആണ് മോർ റിലേ. ഓക്കെ, ഇതിനെ മോർ റിലേ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അഡ്മിറ്റൻസ് റിലേ എന്ന് വിളിക്കാം. കാരണം നമ്മുടെ ഇമ്പിഡൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. കാരണം ഇത്രയും നേരം നമ്മൾ പഠിച്ചത് V/I/Z എന്നായിരുന്നു. ഇതെന്താണ്, I/V ആണ്. I/V എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആണ് അല്ലേ. അപ്പോൾ അഡ്മിറ്റൻസ് റിലേയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അഡ്മിറ്റൻസ് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അഡ്മിറ്റൻസ് റിലേയിൽ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്നത് അത് ഏത് ലൈനുകളിൽ ഉപയോഗിക്കും. നമുക്കറിയാം ലോങ് ട്രാൻസ്മിഷൻ ലൈനുകളിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ അപ്പോൾ ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ ഏത് ലൈൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ മോർ റിലേ ആണ്. അങ്ങനെ മോർ റിലേ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പവറും നമുക്ക് കൂടുതലായിട്ടൊക്കെ ട്രാൻസ്ഫറും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യുക. ലോങ് ട്രാൻസ്മിഷൻ ലൈനിലാണ്. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ടോർക്ക് ഏത് യൂണിറ്റ് ആണെന്നും അതുപോലെ തന്നെ നമ്മുടെ റീസ്ട്രെയിനിങ് ടോർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പോസിങ് ടോർക്ക് ഏതാണെന്നും നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒപ്പോസിങ് ടോർക്ക് അല്ലെങ്കിൽ നമ്മുടെ റീസ്ട്രെയിനിങ് ടോർക്ക് ഏതാണെന്നും നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ ഓപ്പറേഷൻ ടോർക്ക് ഏതായിരിക്കും, ഓപ്പറേഷൻ ടോർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ ഡയറക്ഷണൽ യൂണിറ്റ്. ഓക്കെ, നമ്മുടെ ഡയറക്ഷണൽ യൂണിറ്റും റീസ്ട്രെയിനിങ് അല്ലെങ്കിൽ ഒപ്പോസിങ് ടോർക്ക് നിങ്ങളിങ്ങനെ പഠിച്ചോ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓപ്പോസിങ് ടോർക്ക് അല്ലെങ്കിൽ റീസ്ട്രെയിനിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വോൾട്ടേജ് യൂണിറ്റ്. ഓക്കെ, വോൾട്ടേജ് യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത്, വോൾട്ടേജ് യൂണിറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റിലേയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വോൾട്ടേജ് റീസ്ട്രെയിൻഡ്. ഓക്കെ, ഇവിടെ നമ്മൾ റീസ്ട്രെയിൻഡ് ആദ്യം പറഞ്ഞു എന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. വോൾട്ടേജ് റീസ്ട്രെയിൻഡ് ഡയറക്ഷണൽ റിലേ, അതാ ഒരു ഫ്ലോന് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ഡയറക്ഷണൽ റിലേ വോൾട്ടേജ് റീസ്ട്രെയിൻഡ് എന്നും പറയാം, തിരിച്ചും പറയാം. ഓക്കെ, അപ്പം വോൾട്ടേജ് റീസ്ട്രെയിൻഡ് ഡയറക്ഷണൽ റിലേ, കാരണം നമ്മളിവിടെ നമ്മൾ എടുക്കുന്നത് മോർ റിലേ ഇതായതുകൊണ്ട് മാത്രം പറയുന്നതാണ് കേട്ടോ. അപ്പം ഓർത്ത് വയ്ക്കുക, ഇവിടെ വോൾട്ടേജ് റീസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. റീസ്ട്രെയിനിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പ്ലസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന റിലേ ഏതായിരിക്കണം, ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് റിലേ എന്ന് പറയുന്നത് ഡയറക്ഷൻ. ഈ പേരുകളൊക്കെ ഇതിൻ്റെ അകത്തുനിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് മോർ റിലേയിൽ വേറെ ചോദ്യം ചോദിക്കാം. ഇറ്റ് ഈസ് ഹാവിങ് ഇൻഹെറൻറ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഇവർക്ക് കൃത്യമായ ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഹാസ് ഇൻഹെറൻറ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ്. നമ്മൾ ഇവിടെ ഇതെടുത്ത് നോക്കൂ. ഇവിടെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഡസൻറ്റ് ഹാവ് ഇൻഹെറൻറ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഇവർക്ക് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഇല്ല ആർക്ക്, ഇംപെഡൻസ് റിലേക്ക്. പക്ഷെ മോർ റിലേക്ക് എന്തുണ്ട്, ഇറ്റ് ഈസ് ഹാവിങ് ഇൻഹെറൻറ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ്. ഇൻഹെറൻറ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് എക്സിബിറ്റ്സ് ഫോർ യുവർ മോർ റിലേ. ഓക്കെ, പക്ഷെ നമുക്ക് റിയാക്റ്റൻസ് റിലേയുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവിടെ റിലേയിലല്ല ഡയറക്ഷൻ വരുന്നത്, അവിടെ റീസ്ട്രെയിൻഡിലാണ് ഡയറക്ഷൻ വരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇൻഹെറൻറ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി പറഞ്ഞത്, കാരണം ഇവിടെ റിലേ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, ഡയറക്ഷൻ കാണിക്കുന്ന റിലേ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇൻഹെറൻറ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നത്. നമുക്ക് റിയാക്റ്റൻസിലും ഇവിടെ നിങ്ങൾക്ക് അവിടെ ഡയറക്ഷൻ ടേം വരുന്നുണ്ട്, പക്ഷെ അവിടെ ഡയറക്ഷൻ റീസ്ട്രെയിൻഡ് ആയിരുന്നു. നമ്മുടെ റിയാക്റ്റൻസ് റിലേ ഇവിടെ ഡയറക്ഷണൽ റിലേ ആണ്. ഓക്കെ, അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ നല്ലതായിരിക്കും.
ഓക്കെ അല്ലേ? അപ്പം അതാണ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇൻഹറന്റ് ഡയറക്ഷൻ പ്രോപ്പർട്ടി ആണ്. അതുപോലെ തന്നെ വേറെ ചോദിക്കാം, സർജസിനെ തീരെ എഫക്റ്റ് ചെയ്യാത്ത, ലീസ്റ്റ് എഫക്റ്റഡ് ബൈ സർജസ് ആണ്. ഓക്കെ, അങ്ങനെ സർജസിനെ, ലൈറ്റ്നിങ് സർജുകൾ, അങ്ങനത്തെ സർജുകൾ ലീസ്റ്റ് എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ലോങ് ട്രാൻസ്മിഷൻ ലൈനുകൾ ഇത് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, മോർ റിലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെയും നമ്മുടെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ഡയറക്ഷണൽ യൂണിറ്റും വോൾട്ടേജ് യൂണിറ്റാണ് വരുന്നത് ഓപ്പറേറ്റിംഗ്. അപ്പോൾ ഡയറക്ഷണൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നെറ്റ് ടോർക്ക് എങ്ങനെ എഴുതാം, നെറ്റ് ടോർക്ക് വിൽ ബി ഡയറക്ഷണൽ യൂണിറ്റ് K3VI കോസ് തീറ്റ മൈനസ് ഡോ മൈനസ് വോൾട്ടേജ് യൂണിറ്റ് ആണ്. ആരെ വോൾട്ടേജ് യൂണിറ്റ് K2V². അപ്പോൾ നെറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് K3VI കോസ് തീറ്റ മൈനസ് ഡോ should be greater than K2V². അപ്പോൾ K3/K2 cos തീറ്റ മൈനസ് ഡോ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ Z. കാരണം ഇവിടെ ഒരു V കട്ടായപ്പോൾ V/I എന്ന് എഴുതാം. അപ്പം ഗ്രേറ്റർ ദാൻ Z. അതിന് നമുക്ക് പറയാം Z ഈസ് ലെസ് ദാൻ K3/K2 cos തീറ്റ മൈനസ് ഡോ. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ ഒരു അനാലിസിസ് നടത്താം. എന്താണ് നമ്മുടെ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനിലാണ് അല്ലേ, ലെസ് ദാൻ നമ്മളൊരു പ്രീസെറ്റ് വാല്യൂവിലാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂ അല്ല, ഇവിടെ ഇത്തരത്തിലുള്ളൊരു വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ തന്നെയാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെസ് ദാൻ K3/K2 കോസ് തീറ്റ മൈനസ് ഡോ എന്നുള്ള ലെവലിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് ടൈമിലും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സോണിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സോൺ എങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ഓപ്പറേറ്റിംഗ് സോൺ വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു ഓപ്പറേറ്റിംഗ് സോണാണ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ ഓപ്പറേറ്റിംഗ് സോൺ വിൽ ലുക്ക് ലൈക്ക് ദിസ്. അതായത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സോണ് ഇത്തരത്തിൽ. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്ത് ഈ നമ്മുടെ ആക്സിസിൽ ടച്ച് ചെയ്ത് പോകുന്ന വിധത്തിലുള്ളൊരു ഓപ്പറേറ്റിംഗ് സോണാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്സിസിലും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ എക്സും ഇവിടെ ആറുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എക്സും ഇവിടെ ആറുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് സോൺ എന്ന് പറയുന്നത് ഇതായിരിക്കും നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സോൺ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റിലേ ട്രിപ്സ് അല്ലേ. റിലേ ട്രിപ്പ് ചെയ്യുന്നത് ഈ സർക്കിളിൻ്റെ അകത്തായിരിക്കും. ഇതിൻ്റെ പുറത്തേക്കൊക്കെ റിലേ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ വന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അത് മോർ റിലേയുടെ സർക്കിളാണെങ്കിൽ മോർ റിലേയുടെ ഓപ്പറേഷനാണ് ആ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഓപ്പറേഷൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ, അത്തരത്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. അത്തരത്തിലുള്ളൊരു ചോദ്യം നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. ക്ലിയർ? സോ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആ റിയാക്റ്റൻസ് റിലേയുടെ ആ ഒരു കാര്യം. ഓക്കെ, ഇനി ഈ റിലേയുടെ അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ റിയാക്റ്റൻസ് റിലേയുടെ നമ്മൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ റിലേയുടെ ഒക്കെ പ്രത്യേകതകൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്റ്റൻസ് റിലേ, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഈ മോർ റിലേയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പുതിയൊരു പ്രൊട്ടക്ഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, മോർ റിലേയായിട്ട് അസോസിയേറ്റ് ചെയ്ത് പുതിയൊരു പ്രൊട്ടക്ഷൻ പഠിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ 3 സോൺ പ്രൊട്ടക്ഷൻ. ഓക്കെ, എന്താണ് 3 സോൺ പ്രൊട്ടക്ഷൻ? ഓക്കെ, 3 സോൺ പ്രൊട്ടക്ഷൻ. ഈ 3 സോൺ പ്രൊട്ടക്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് 3 സോണുകളാണ് ഉണ്ടാവുക. ഓക്കെ, അതിൽ ഒന്നാമത്തെ സോൺ നമ്പർ 1ൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ യുവർ പ്രൈമറി പ്രൊട്ടക്ഷൻ. ഓക്കെ, പ്രൈമറി പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സോൺ 2ഉം 3യും ഇറ്റ് വിൽ ബി ഫോർ യുവർ ബാക്കപ്പ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അതായത് പ്രൈമറി പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം കൊണ്ട്, അതായത് ടൈം ഡിലേ ഒന്നും ഇല്ലാതെ ചെറിയ ഓപ്പറേറ്റിംഗ് സമയം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി പ്രൊട്ടക്ഷൻ. ബാക്കപ്പ് പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിലേ വരും, അങ്ങനെ ഡിലേ യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ബാക്കപ്പ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 സോൺ പ്രൊട്ടക്ഷൻ ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. മോർ റിലേയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ എല്ലാ സോൺ പ്രൊട്ടക്ഷനിലും ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് 3 ലൈനുകൾ വരും. ഓക്കെ, 3 ലൈൻസ് ഉണ്ടാവും, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഏതൊരു പ്രൊട്ടക്ഷൻ്റെ ഇതാണെങ്കിലും അപ് ടു 80% ഓഫ് ഫസ്റ്റ് ലൈനിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. അടുത്തത്, അതായത് ഓരോ സോണുകൾ, ഇപ്പോൾ ഫസ്റ്റ് സോണിൽ അപ് ടു 80%, സെക്കൻഡ് സോണിൽ അപ് ടു 50% ഓഫ് യുവർ ഷോർട്ടസ്റ്റ് സെക്കൻഡ് ലൈൻ. ഓക്കെ, 50% ഓഫ് യുവർ ഷോർട്ടസ്റ്റ് സെക്കൻഡ് ലൈൻ. ദെൻ തേർഡ് അപ് ടു 20% ഓഫ് യുവർ തേർഡ് ലൈൻ. ഓക്കെ, അപ് ടു 30% ഓഫ് തേർഡ് ലൈൻ. അപ്പോൾ 80, 20, 50 എന്ന റേഷ്യോയിലാണ് ഈ 3 ലൈനുകളെയും അല്ലെങ്കിൽ 3 സോണുകളെയും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സോണിന് ഓപ്പറേറ്റ് ചെയ്യുന്നത് 80%, ഫസ്റ്റ് ലൈൻ്റെ 80%, രണ്ടാം സോണ് 50% ഷോർട്ടസ്റ്റ് സെക്കൻഡ് ലൈനും 3% എന്ന് പറഞ്ഞാൽ 20% ഓഫ് യുവർ തേർഡ് ലൈൻ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട അടുത്തൊരു പോയിന്റ്. ഓക്കെ, ഇനി ഈ ഓവർ കറണ്ട് റിലേ, ഈ ഡിസ്റ്റൻസ് റിലേയുമായിട്ട് 2 ടേംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടേമാണ് അണ്ടർ റീച്ച് ഓഫ് റിലേ. അണ്ടർ റീച്ച് ഡിസ്റ്റൻസ് റിലേയുടെ ടൈപ്സ് ആണ്. ഡിസ്റ്റൻസ് റിലേയുടെ ടൈപ്സ് ആണ് അണ്ടർ റീച്ച്. ഓക്കെ, ഡിസ്റ്റൻസ് റിലേയുടെ 2 ടേംസ് ആണ് അണ്ടർ റീച്ചും ഓവർ റീച്ചും. അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അണ്ടർ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ജനറേറ്റർ അല്ലെങ്കിൽ ഒരു സപ്ലൈ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്ക് ഇൻബിൽട്ട് ആയിട്ട്. ഓക്കെ, നമ്മളൊരു റിമോട്ട് സ്ഥലത്ത് നമുക്കൊരു ജനറേറ്റർ അല്ലെങ്കിൽ ഒരു സപ്ലൈ ലൈൻ ഉണ്ട്. അതിന് നമ്മൾ ഇൻഫീഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇൻഫീഡ്. ഇപ്പോൾ നമുക്കൊരു ഇൻഫീഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻഫീഡ് ഉണ്ടെങ്കിൽ, ഒരു റിമോട്ട് സ്ഥലത്തൊരു ഇൻഫീഡ് ഉണ്ടെങ്കിൽ നമ്മുടെ റിലേ വിൽ നോട്ട് ഓപ്പറേറ്റ്, റിലേ ഡസ് നോട്ട് ഓപ്പറേറ്റ് അറ്റ് ഇംപിഡൻസ് ലെസ് ദാൻ യുവർ സെറ്റിംഗ്. ഓക്കെ, അപ്പം ഇംപിഡൻസ് നിങ്ങളുടെ ലെസ് ദാൻ യുവർ സെറ്റിംഗ് ആണെങ്കിൽ, ഇഫ് യുവർ ഇംപിഡൻസ് ഈസ് ലെസ് ദാൻ യുവർ പ്രീസെറ്റ് വാല്യൂ, നിങ്ങളുടെ റിലേ ഡസ് നോട്ട് ഓപ്പറേറ്റ്. റിലേ ഡസ് നോട്ട് ഓപ്പറേറ്റ്, അതായത് നമുക്കൊരു ഫോൾട്ട് നമ്മളാ പ്രൊട്ടക്ഷൻ്റെ സോണിൻ്റെ അകത്താണെങ്കിലും കൂടി നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്തതും, അതിനെയാണ് നമ്മൾ അണ്ടർ റീച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇഫ് യുവർ ഇംപിഡൻസ് ഈസ് ലെസ് ദാൻ യുവർ പ്രീസെറ്റ് വാല്യൂ ദ റിലേ ഡസ് നോട്ട് ഓപ്പറേറ്റ്. ഈ ഫിനോമിനനാണ് നമ്മൾ അണ്ടർ റീച്ച് എന്ന് പറയുക. അതുപോലെ തന്നെ ഇഫ് യു ആർ ഹാവിങ് ആൻ ഔട്ട് ഫീഡ് എന്ന് പറയും. ഓക്കെ, ഔട്ട് ഫീഡ് എന്ന് പറയുന്നത് ലോഡിനെയാണ് നമ്മൾ ആ അറ്റത്തുണ്ട്. അപ്പോൾ ലോഡിലാണ് നമുക്ക് ഫോൾട്ട് കറന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേ വിൽ ഓപ്പറേറ്റ് ഇഫ് യു ഹാവ് ആൻ ഇംപിഡൻസ് ഗ്രേറ്റർ ദാൻ യുവർ പ്രീസെറ്റ് വാല്യൂ. നിങ്ങളുടെ പ്രീസെറ്റ് വാല്യൂയേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ റിലേ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ ഓവർ റീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഓവർ റീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റ്സ് അറ്റ് എൻ ഇംപിഡൻസ് ലാർജർ ദാൻ യുവർ സെറ്റിങ്ങിനെക്കാട്ടും കൂടുതലാണെങ്കിൽ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഓവർ റീച്ച് എന്നും, ഇഫ് യു ആർ ഹാവിങ് എ ഇംപിഡൻസ് ലെസ് ദാൻ യുവർ പ്രീസെറ്റ്, നമ്മുടെ റിലേ എന്ത് ചെയ്യില്ല? ഓപ്പറേറ്റ് ചെയ്യില്ല. അതായത് ഫോൾട്ട് ക്ലിയർ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ഒരു നിശ്ചിത സ്ഥലത്ത്, ഒരു പ്രത്യേക സോണിൽ നമുക്ക് ഫോൾട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ അണ്ടർ റീച്ച്. അപ്പോൾ റിലേ അണ്ടർ റീച്ച് ആയെന്ന് പറയും, മറ്റേ നമ്മൾ ഓവർ റീച്ച്. ജനറൽ ആയിട്ടുള്ളൊരു ടേമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ റിലേയുടെ ഡിസ്റ്റൻസ് ഇംപിഡൻസിൻ്റെ ഒക്കെ കൺക്ലൂഷൻ ചെറുതായിട്ടൊന്ന് പറയാം. അപ്പം 3 സാധനങ്ങളായാലും, അതായത് നമ്മുടെ റിയാക്റ്റൻസ് ആയാലും
ഇംപെഡൻസ് ആയാലും അതുപോലെ തന്നെ മോർ റിലേ ആയാലും മൂന്നെണ്ണത്തിൻ്റെയും മേജർ ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ്? അതായത് നിങ്ങൾ കാണുന്ന റിയാക്റ്റൻസോ ഇംപെഡൻസോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ പ്രീസെറ്റ് വാല്യൂയേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ Z ആയാലും X ആയാലും ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ യുവർ പ്രീസെറ്റ് വാല്യൂ. അതിലൊന്നും ഒരു സംശയമില്ല. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് നമ്മുടെ ലൈനുകൾ ഏതൊക്കെ പ്രൊട്ടക്ഷൻ. നമുക്ക് റിയാക്റ്റൻസ് ലൈൻ ആണെങ്കിൽ നമ്മൾ ഷോർട്ട് ലൈൻ പ്രൊട്ടക്ഷനും ഇംപെഡൻസ് ലൈൻ ആണെങ്കിൽ നമ്മൾ മീഡിയം ലൈൻ പ്രൊട്ടക്ഷനാണ് യൂസ് ചെയ്യുക. സിമിലർലി മൂവ് ആണെങ്കിൽ ലോങ് ലൈൻസ് എന്നുള്ള കാര്യം നമുക്ക് അനലൈസ് ചെയ്യാം. സിമിലർലി നമ്മൾ റിയാക്റ്റൻസ് ആണെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് യൂണിറ്റ് ഏതാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത് നോട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറയാം. നമ്മുടെ ഓപ്പറേറ്റിംഗ് യൂണിറ്റ് നമ്മൾ ഓപ്പറേറ്റിംഗ് ടോർക്കും നമ്മുടെ റീസ്ട്രെയിനിങ് ടോർക്കും എഴുതുവാണെങ്കിൽ റീസ്ട്രെയിനിങ് അല്ലെങ്കിൽ ഒപ്പോസിങ് ടോർക്ക്. ഓക്കെ, ഒപ്പോസിങ് ടോർക്ക് എഴുതുവാണെങ്കിൽ ആദ്യം നമ്മുടെ റിയാക്റ്റൻസിനെ വെക്കാം എക്സ്. ഓക്കെ, പിന്നെ നമ്മുടെ Z ഇംപെഡൻസ് റിലേ, പിന്നെ നമ്മുടെ മോർ റിലേ. ഓക്കെ, ഇതാണെങ്കിൽ എന്താ വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് എന്താ വരിക? ആദ്യം റിയാക്റ്റൻസ് റിലേ ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് ടോർക്ക് ഏതാണ്? കറണ്ട് യൂണിറ്റ് ആണ്, ശരിയല്ലേ? അതുപോലെ തന്നെ റീസ്ട്രെയിനിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷണൽ യൂണിറ്റ് ആണ്, ഡയറക്ഷണൽ യൂണിറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ റിയാക്റ്റൻസ് റിലേ എന്ത് പേരിട്ട് നമ്മൾ വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് യുവർ ഓവർ കറണ്ട് റിലേ വിത്ത് ഡയറക്ഷണൽ റീസ്ട്രെയിൻ. ഇങ്ങനെയാണ് പേര് വരുന്നത്. ഓവർ കറണ്ട് റിലേ വിത്ത് ഡയറക്ഷണൽ റീസ്ട്രെയിൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഇംപെഡൻസ് ആണെങ്കിലോ? ഇംപെഡൻസ് ആണെങ്കിലും കറണ്ട് യൂണിറ്റ് തന്നെയാണ്. ഇവിടെ ആരാ വരിക? ഇവിടെ വോൾട്ടേജ് യൂണിറ്റ് ആണ്. ഓക്കെ, ഇവിടെ വോൾട്ടേജ് യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെന്ത് വിളിച്ചു? ഓവർ കറണ്ട് റിലേ വിത്ത് വോൾട്ടേജ് റീസ്ട്രെയിൻഡ് എന്ന് വിളിച്ചു അല്ലേ. ഇവർക്ക് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ, ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉള്ള ആളാണ് ആര്? മോറിലെ. അതിൻ്റെ കാരണം ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഡയറക്ഷണൽ റിലേ വിത്ത് എന്ത് റീസ്ട്രെയിൻഡ്? ഡയറക്ഷണൽ റിലേ വിത്ത് വോൾട്ടേജ് റീസ്ട്രെയിൻഡ് എന്നുള്ള ലെവലിൽ നമ്മൾ വിളിക്കുന്നത്, ശരിയല്ലേ? വോൾട്ടേജ് റീസ്ട്രെയിൻഡ്. ഓക്കെ, ഡയറക്ഷണൽ റിലേ വിത്ത് വോൾട്ടേജ് റീസ്ട്രെയിൻഡ്. അതുകൊണ്ടാണ് ഇവർക്ക് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ള ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. എക്സും സെഡും മൂവ് ആണ്. നിങ്ങൾ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ 2 കറണ്ട് വരും, ഇവിടെ 2 വോൾട്ടേജ് വരും, ഇവിടെ ഈ എൻഡിൽ 2 സ്ഥലത്തും ഓരോ ഡയറക്ഷണൽ. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പെട്ടി പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ പെട്ടിനനുസരിച്ചിട്ടാണ് പേരും വരുന്നത് എന്നുള്ള കാര്യം കൂടി അനലൈസ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചാൽ മതി. പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് അനലൈസ് ചെയ്യാം. വെറുതെ ഇത്തരത്തിൽ പോകണമെന്നില്ല, ക്ലിയർ ആയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുക. നമ്മുടെ റിലേയുടെ ടൈപ്പുകൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഓവർ കറണ്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഫങ്ഷൻ വന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു ഓർക്കണം. നമ്മൾ ഓവർ കറണ്ട് പഠിച്ചപ്പോൾ നമ്മൾ ഓവർ കറണ്ട് റിലേയുടെ ടൈപ്സ് പഠിച്ചപ്പോൾ നമ്മുടെ 2 സ്ഥലത്തും ഓവർ കറണ്ട് റിലേ നോൺ ഡയറക്ഷണൽ ആയാലും ഡയറക്ഷണൽ ആയാലും നമ്മുടെ റീസ്ട്രെയിനിങ് ടോർക്കൊക്കെ സ്പ്രിങ് ആയിരുന്നു. ഓവർ കറണ്ട് സാധാരണ ഓപ്പറേറ്റിംഗ് ടോർക്ക് കറണ്ട് ആയിരുന്നു. പക്ഷേ ഡയറക്ഷണൽ ഓവർ കറണ്ട് വരുമ്പോഴേക്കും അവിടെ എന്തായി? ഡയറക്ഷണൽ ഓപ്പറേറ്റിംഗ് യൂണിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ഇതിലുള്ള പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെഷൻ ഈസ് വെരി യൂസ്ഫുൾ. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. നമുക്ക് എന്തായാലും ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.